കഥ തുടരുന്നു. പിറ്റേന്ന് ഓഫീസിൽ പോകാൻ അതിഥി കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും സാക്ഷി ബെഡിൽ തന്നെയാണ്. ഇന്നലെ സിദ്ധുവുമായുണ്ടായ വഴക്കിൻ്റെ ഹാങ് ഓവറിൽ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലെന്ന വാശിയിലാണ്. നീ എന്താ ദേവിക്ക് പഠിക്കാണോ? മൂടി പൊതിച്ച് കിടന്നുറങ്ങിയ സാക്ഷിയുടെ മുഖത്തെ പുതപ്പ് മാറ്റി അതിഥി ചോദിച്ചു. എന്ത്? അല്ല, പൊതുവെ അവൾക്കാണ് ഇത്തരം സില്ലി മാറ്റേഴ്സിനെ ചൊല്ലി സ്വയം നശിപ്പിക്കുന്ന പരിപാടിയുള്ളത്. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ശരിക്കും നല്ല ഓവറാവുന്നുണ്ടല്ലേ? അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം സാക്ഷി ചോദിച്ചു. ഹാ അതെ, ഇപ്പോൾ നല്ല ഓവറാണ് നീ. ഈ പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നത് സത്യമാണ്. നിന്റെ ജീവിതവും തീരുമാനങ്ങളും എല്ലാം ഇപ്പോൾ അവനെ ചുറ്റിപ്പറ്റിയാണ്. വഴക്കുകളുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കണം, അല്ലാതെ ഓഫീസിൽ പോകാതിരുന്നിട്ട് എന്ത് കിട്ടാനാണ്? അവരെ കുറച്ചു നേരത്തേക്ക് തോൽപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും യഥാർത്ഥത്തിൽ തോറ്റുപോകുന്നത് നമ്മൾ തന്നെയാണ്. എല്ലാം പ്രണയത്തോട് ചേർത്ത് വയ്ക്കാൻ നോക്കിയാൽ അവസാനം അതിനപ്പുറം ഒരു ജീവിതം ഇല്ലാതാവും സാക്ഷി. അതിഥി രണ്ട് കൈകൊണ്ടും അവളുടെ കവിളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സോറി, ഇങ്ങനെയൊന്നും ആവണമെന്ന് ഞാൻ കരുതുന്നതല്ല. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഞാൻ വേഗം കുളിച്ചു വരാം. സാക്ഷിയുടെ കുളിയും ഒരുക്കവും ഭക്ഷണവും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഓഫീസിലേക്ക് ഇറങ്ങാൻ പതിവിലും ലേറ്റായി. ഹലോ, അടുത്ത് എവിടെയെങ്കിലും ബിരിയാണി വല്ലതും കൊടുക്കുന്നുണ്ടോ? ക്യാബിറങ്ങി ഓഫീസിലേക്ക് ധൃതിയിൽ നടന്നുകൊണ്ടിരുന്ന അതിഥിയെ പിന്നിൽ നിന്ന് വിളിച്ച് ആദ്യ ചോദിച്ചു. ഓ, നല്ല ശകുനം, ഇന്നത്തെ ദിവസം പോയി. തിരിഞ്ഞു നോക്കി അവനെ കണ്ടപ്പോൾ അവൾ തലയിൽ കൈവച്ചു. രാവിലെ എന്നെ കാണാത്ത ദിവസമല്ല, നിനക്ക് നല്ല അടിപൊളിയാണല്ലോ. ചുമ്മാ വായിൽ വരുന്നത് വിളിച്ചു പറയാതെ നീ വാ, നമുക്കൊരു ചായ കുടിച്ചു വരാം. ഞാനില്ല, അല്ലെങ്കിൽ തന്നെ ലേറ്റായി. ഒറ്റയ്ക്ക് പോയി കുടിച്ചാൽ മതി. അതെന്താണ് ഒരു സ്നേഹമില്ലാതെ? നീ വാ, ചായ കുടിച്ചിട്ട് പോയാൽ മതി. അനുവാദത്തിന് നിൽക്കാതെ ആദ്യം അവളുടെ കൈ വലിച്ച് കടയിലേക്ക് നടന്നു. എടി, നിന്റെ ഫോൺ അടിക്കുന്നത് കേൾക്കുന്നില്ലേ? ചായക്കപ്പ് പിടിച്ച് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അതിഥിയുടെ തലയിൽ ആദ്യം ഒരു കൊട്ടു കൊടുത്തു. എൻ്റെ മോതിരം നിന്റെ ബാഗിലുണ്ടെന്ന് നോക്കിയേ. ഫോൺ എടുത്ത പാടെ സാക്ഷി പരിഭ്രമത്തോടെ ചോദിച്ചു. നീ അപ്പോൾ അത് ബാഗിൽ നിന്ന് എടുത്തില്ലേ? നിന്നോട് ഞാൻ അന്ന് രാത്രി തന്നെ എടുത്തു വയ്ക്കാൻ പറഞ്ഞതല്ലേ? 2 മാസം മുൻപേ ഷോപ്പിങ്ങിന് പോയപ്പോൾ അതിഥിയുടെ ബാഗിൽ വെച്ച സാക്ഷിയുടെ മോതിരം തപ്പുന്നതിനിടെ അവൾ ചോദിച്ചു. ഞാൻ ആ കാര്യമേ മറന്നു, ഇപ്പോഴോ ഓർമ്മ വന്നത്. നീ ഒന്ന് നോക്കിയിട്ട് വിളിക്കേ. അതിഥി ഫോൺ കട്ട് ചെയ്ത് ബാഗിനുള്ളുണ്ടായ സാധനങ്ങൾ ഓരോന്നായി എടുത്ത് പുറത്തു വെച്ചു. സ്വർണം വലുതുമാണെങ്കിൽ നിൻ്റെയിലുണ്ടെങ്കിലും ഇല്ല എന്ന് പറഞ്ഞേക്ക്, നമുക്കത് മറിച്ചു വിൽക്കാം. ഈ ബാംഗ്ലൂർ സിറ്റി മുഴുവൻ വാങ്ങിക്കാനുള്ള കാശുണ്ടാകും അവളുടെ അച്ഛൻ്റെ കയ്യിൽ. ഇതൊന്നും അവൾക്കൊരു വിഷയമേ ആവില്ല. ആദ്യം അവളെ ഇടങ്ങണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യടാ, എന്താ ബുദ്ധി? ഇതുകൊണ്ടാണ് നീയൊന്നും ഗതി പിടിക്കാത്തെ. അതിഥിക്ക് ദേഷ്യം വന്നു. ഓഹ് ഭാഗ്യം, ഇതിലുണ്ട്. ബാഗിൻ്റെ അടിയിൽ നിന്നും പേപ്പറിൽ പോയിന് മോതിര കയ്യിലെടുത്ത് ആശ്വാസത്തോടെ പറഞ്ഞു. എടി, നീ അവളെ ഓഫീസിൽ കയറിയിട്ട് വിളിച്ച് പറഞ്ഞാൽ മതി. നമ്മൾ കുറച്ചധികം ലേറ്റായെന്ന് തോന്നുന്നു. ശക്തിയുടെ കോൾ കട്ട് ചെയ്ത് കൊണ്ട് ആദ്യം പോകാൻ തിരക്ക് കൂട്ടി. നീ ഒറ്റ ആൾ കാരണമാണ് അവൻ്റെ ഒടുക്കത്തെ ചായ കുടി. അതിഥി ധൃതിയിൽ സാധനങ്ങൾ വാരി ബാഗിലിട്ടു. ഹാ, ഇനി എന്നെ പറഞ്ഞോ? നീ ഒരു മോതിരം തപ്പിയിട്ടല്ലേ അപ്പോൾ സമയം പോയത്? ഓഫീസ് എത്തുന്നതുവരെ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവളുടെ ടീമിൽ പുതുതായി ജോയിൻ ചെയ്ത മലയാളി പെൺകുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്നതൊഴിച്ചാൽ അന്ന് അതിഥിക്ക് ഓഫീസിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല. കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റായ ശേഷം ഗീതു ചേച്ചിയുടെ ആദ്യ ജോലിയാണിതെന്നും ചേച്ചിയുടെ ഹസ്ബൻഡ് ജോലി രാജിവെച്ച് UPSCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സംസാരത്തിൽ നിന്നും മനസ്സിലായി. ആദ്യയെ കൂടാതെ ഓഫീസിൽ ഒരു മലയാളി കൂടെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അന്ന് മുഴുവനും അതിഥി. ചേച്ചിക്ക് ജോലിക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. ലഞ്ചിന് ശേഷം അതിഥി ഫ്രീ ആയിരുന്നു. രാവിലെ വൈകി വന്നത് തനിക്ക് സീനായില്ലെങ്കിലും ആദിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടെന്ന് ലഞ്ചിന് ആളെ കാണാഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി. ഇപ്പോൾ ആളുടെ ക്യാബിനിലേക്ക് പോയാൽ നല്ല തെറി കേൾക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ ഡയറി എഴുതാമെന്ന ആലോചനയിൽ ബാഗ് തുറന്നു. എന്താ കാണാതെ പോയത്? ചായ കുടിക്കാൻ പോയാലോ എന്ന് ചോദിക്കാൻ വന്ന ഗീതു ചേച്ചി അവളുടെ പരിഭ്രമം കണ്ട് ചോദിച്ചു. എൻ്റെ ഡയറി കാണാനില്ല ചേച്ചി. ഇപ്പോൾ കരയുമെന്ന അവളുടെ മുഖം കണ്ടപ്പോഴേ സംഭവം സീരിയസ് ആണെന്ന് ചേച്ചിക്ക് മനസ്സിലായി. നീ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ, റൂമിൽ നിന്ന് എടുത്തോന്ന്. എടുത്തു ചേച്ചി, ഇന്നലെ രാത്രി എടുത്തു വെച്ചതാ. രാവിലെ മോതിരം തിരഞ്ഞപ്പോഴും ഞാൻ കണ്ടതാ. അവൾ തിരച്ചിൽ നിർത്താതെ പറഞ്ഞു. മോതിരം തിരഞ്ഞത് എവിടെ വെച്ചാ? ഓഹ് നാശം, ഞാൻ അവിടെ ടേബിളിൽ വെച്ചെന്ന് തോന്നുന്നത്. ചേച്ചി വാ, നമുക്ക് പോയി ഒന്ന് നോക്കാം. അവൾ ഗീതു ചേച്ചിയുടെ കൈ പിടിച്ച് ലിഫ്റ്റിനടുത്തേക്ക് ഓടി. ഡയറി കളഞ്ഞു കിട്ടിയോ എന്നറിയാവുന്ന കന്നഡയിലും ഹിന്ദിയിലും അവൾ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചെങ്കിലും ആർക്കും അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായില്ല. സങ്കടം അടക്കാൻ കഴിയാതെ ടേബിളിൽ തലവെച്ച് കരയാൻ തുടങ്ങിയ അതിഥിയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഗീതു ചേച്ചി പരിഭ്രമത്തിലായി. എടി, നമുക്ക് വേറെ ഡയറി വാങ്ങിച്ച് എഴുതാം, ചേച്ചി ആശ്വസിപ്പിച്ചു. അത് വെറും ഡയറിയല്ല ചേച്ചി, എനിക്കതില്ലാതെ പറ്റില്ല. അവൾക്ക് ഒരേ സമയം സങ്കടവും ദേഷ്യവും വന്നു. ചായ കുടിക്കാൻ വിളിച്ചുകൊണ്ടുപോയ ആദിയെയും മോതിരം തപ്പാൻ പറഞ്ഞ സാക്ഷിയെയും ഇപ്പോൾ മുന്നിൽ കിട്ടിയാൽ കൊന്നു കളയണമെന്ന് അവൾക്ക് തോന്നി. ഡയറി പോയ വിഷമത്തിൽ ആദിയോട് യാത്ര പോലും പറയാതെ അവൾ നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങി. ആ ഡയറിയിലുള്ളതെല്ലാം നീ തന്നെ എഴുതിയതല്ലേ? അതുപോലെ ഇനിയും ഒരു പുതിയ ഡയറി വാങ്ങി നമുക്ക് എഴുതാം. അന്ന് രാത്രി ചെറിയ കാര്യങ്ങൾക്ക് പോലും സാക്ഷിയോട് വഴക്കിട്ടുകൊണ്ടിരുന്ന അതിഥിയെ നോക്കി അശ്വിനി പറഞ്ഞു. താൻ കാരണമാണ് ഡയറി നഷ്ടപ്പെട്ടതെന്ന കുറ്റബോധം ഉള്ളതുകൊണ്ട് സാക്ഷി അവൾ എന്തൊക്കെ പറഞ്ഞാലും മിണ്ടാതെ കേട്ടിരുന്നു.
എന്താണ് എഴുതി കൂട്ടുന്നത് എന്ന ധാരണയില്ലെങ്കിലും ആ ഡയറിയോട് അതിഥിക്ക് മറ്റെന്തിനേക്കാളും അടുപ്പമുണ്ടെന്ന് സാക്ഷിക്ക് അറിയാമായിരുന്നു. പക്ഷേ ആരുടെ ആശ്വാസവാക്കിനും അവളുടെ സങ്കടത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. അവൾ ഫോണെടുത്ത് ചിറ്റയെ വിളിച്ചു. എൻ്റെ ഡയറി കളഞ്ഞുപോയി. ചിറ്റ ഫോൺ എടുത്ത പാടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഡയറി പോയത് നിനക്ക് നല്ല വിഷമമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിനിപ്പോൾ കരഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? എനിക്കറിയില്ല, ഒരുപാട് കാലം കൂടെയുണ്ടായ ആരോ യാത്ര പോലും പറയാതെ ഓർമ്മകളും കവർന്ന് ഓടിപ്പോയതുപോലെ തോന്നുന്നു, അവൾ ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു. ഇതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ അമ്മോ, നീ സമാധാനപ്പെട്. അങ്ങനെ ആർക്കും ഓർമ്മകളെ പറിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. ഓർമ്മിക്കപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നിടത്തോളം കാലം അത് നമ്മുടെ ഉള്ളിൽ തന്നെ കാണും. ചിറ്റയോടും അധിക നേരം സംസാരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഭക്ഷണം കഴിച്ച് ആരോടും വലിയ സംസാരത്തിന് നിൽക്കാതെ അവൾ ഉറങ്ങാൻ കിടന്നു. സിദ്ധുവുമായുള്ള ഫോൺ വിളിയെല്ലാം മാറ്റിവെച്ച് സാക്ഷി വേഗം മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തു. ഡയറിയിൽ മഹാദേവൻ എഴുതിയ ഒരു കത്ത് പോലും അവൾ വീണ്ടും വായിച്ചു നോക്കിയിട്ടില്ല. പുതിയൊരു ദിവസത്തെ വിശേഷങ്ങൾ എഴുതി ചേർക്കാൻ വേണ്ടി മാത്രമാണ് ഡയറി എടുക്കാറുള്ളത്. ആരാലും ഒരുപാട് വായിക്കപ്പെടേണ്ടതല്ല അതിലെഴുതിയതൊന്നും എന്നൊരു അനാവശ്യ വാശി അവൾക്കുണ്ടായിരുന്നു. എഴുതി ചേർത്ത വരികളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിച്ചു മതിയായ ചില നിമിഷങ്ങൾ വീണ്ടും അനുഭവിക്കേണ്ടി വരും. അതിൽ പരം വേദന മറ്റൊന്നിനുമില്ല. ഒരുപാട് പ്രിയപ്പെട്ട ഒരാളെ അപരിചിതമായ ഒരിടത്ത് ഉപേക്ഷിച്ച ശേഷം അയാളുടെ നിസ്സഹായത കണ്ടിട്ടും തിരിഞ്ഞു നോക്കാതെ താൻ നടന്നു വന്ന പോലെ അവൾക്ക് തോന്നി. തൻ്റേത് മാത്രമായ ഒരു ലോകം പെട്ടെന്ന് ഇല്ലാതായതിൻ്റെ വേദനയിൽ എപ്പോഴാണ് കരഞ്ഞുറങ്ങിപ്പോയതെന്ന് അവൾക്ക് ഓർമ്മയില്ല. ഡയറി പോയി വിഷമിച്ചിരിക്കുന്ന കാര്യം അറിഞ്ഞതുകൊണ്ടാകാം പതിവ് തമാശയുമായി ആദ്യപ്പിറ്റേന്ന് ശല്യത്തിനൊന്നും വന്നില്ല. 3 മാസത്തിലൊരിക്കൽ ഓഫീസിൽ നൽകുന്ന ബെസ്റ്റ് എംപ്ലോയി അവാർഡ് അവളുടെ പേരുണ്ടായിട്ടും അവൾക്കൊട്ടും സന്തോഷം തോന്നിയില്ല. അതിഥി, ട്രീറ്റ് ഉണ്ട് കേട്ടോ. അമ്മയെ വിളിക്കാനായി ഡെസ്കിൽ നിന്ന് പുറത്തിറങ്ങിയ അതിഥിയെ നോക്കി ശരണ്യ പറഞ്ഞു. അതൊക്കെ സെറ്റാക്കാം, അല്പം പരിങ്ങലോടെ അവൾ മറുപടി നൽകി. ഈ ശരണ്യയ്ക്ക് ഇത്രയും കാലം ഇല്ലാത്ത സംസാരം എന്താണ് ഇപ്പോൾ? ഓഫീസിലെ ആദ്യ ദിവസം തന്നെ മൈൻഡ് ചെയ്യാതിരുന്നതിൽ പിന്നെ അവളോട് അതിഥി സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവൾ ആദ്യമായി കമ്പനിയായാൽ പിന്നെ ഇടയ്ക്കൊക്കെ വന്ന് അവനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതിഥിക്കും ആദിക്കുമിടയിൽ ഉള്ള ബന്ധത്തെക്കുറിച്ചറിയാനുള്ള വ്യഗ്രതയാണതെന്ന് അവളുടെ ചോദ്യം കേട്ടാലേ അറിയാം. അതുകൊണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന ഒറ്റവരിയിൽ മറുപടി നൽകി അവൾ ആ സംസാരം അവസാനിപ്പിക്കും. സാലറി കൂട്ടി കിട്ടിയതുകൊണ്ട് ഇനി ദൂർത്തടിയും കൂടുമായിരിക്കും അല്ലേ? ഓഫീസിലെ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അമ്മയിൽ നിന്നുള്ള ആദ്യ ചോദ്യം കേട്ടപ്പോഴേ അവൾക്ക് ദേഷ്യം വന്നു. അമ്മയ്ക്ക് പോസിറ്റീവായിട്ടൊന്നും പറയാനില്ലേ? അഭിനന്ദിച്ചില്ലെങ്കിലും പോട്ടെ, ഇങ്ങനെ നെഗറ്റീവ് പറയാതെയെങ്കിലും ഇരുന്നൂടെ? അവൾക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ തോന്നിയില്ല. അതിഥി ദേഷ്യത്തിൽ ഫോൺ വെച്ചു. ഓഫീസിലെ മറ്റുള്ളവരെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും ഹാപ്പി ആയിരിക്കുന്ന ആൾ അവളായിരിക്കും. അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കി ആളുകളെ വിലയിരുത്താൻ എളുപ്പമാണ്. സത്യത്തിൽ മറ്റാരോടും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആത്മദുഃഖങ്ങൾ പേറിയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതാണ് അവൾക്ക് ഈ അവാർഡ്. അതിനുവേണ്ടി കഴിഞ്ഞ 3 മാസം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് കയ്യിൽ കിട്ടിയപ്പോൾ അതിനേക്കാൾ വലിയ ഒന്നിൻ്റെ നഷ്ടത്തിൻ്റെ വേദനയിൽ അതൊന്നുമല്ലാതായി മാറി. അവൾക്കത് സന്തോഷത്തോടെ പങ്കുവയ്ക്കാൻ സ്വന്തമെന്ന് തോന്നുന്ന ആരുമില്ലാത്ത പോലെ തോന്നി. ചുറ്റുമുള്ളവരെല്ലാം ഒരുപാട് അപരിചിതരായ പോലെ. അല്ലെങ്കിലും വിജയങ്ങളെല്ലാം പൂർണ്ണമാകുന്നത് അത് പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ്. ഏയ് അതിഥി, ഓരോന്നാലോചിച്ച് വൈകുന്നേരം ഊബർ പിടിക്കാൻ പുറത്തേക്ക് നടന്ന അതിഥി വിളിക്കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ചായക്കടയിൽ നിന്നുമാണ് ആരോ വിളിച്ചത്. ചുറ്റുമുള്ള ഓഫീസുകളിലെ ഒരുവിധം എല്ലാവരും ചായ കുടിക്കാനും സിഗരറ്റ് വലിക്കാനും അവിടെ തന്നെയാണ് വരാറുള്ളത്. അതിനാൽ എപ്പോഴും ഒരേ തിരക്കാണ്. അതിഥി ദൂരെ നിന്ന് എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി. ഇതിൽ ആരാണ് തന്നെ വിളിച്ചത്? പരിചയമുള്ള മുഖങ്ങളൊന്നും പെട്ടെന്ന് അവൾക്ക് കണ്ടെത്താനായില്ല. ഇനി വിളിച്ചത് തന്നെയല്ലെങ്കിലോ എന്ന ചിന്തയിൽ അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. അപ്പോൾ കപ്പിൽ ബാക്കി വന്ന ചായ വേഗത്തിൽ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്ത് ഒരു പയ്യൻ കൈ കാണിച്ച് അവൾക്ക് അടുത്തേക്ക് നടന്നു വന്നു. ഇവൻ ഏതാണ്? ഇതിനു മുൻപേ എവിടെയും കണ്ടതായി ഓർക്കുന്നില്ല. ആളുടെ അപ്പിയറൻസ് കണ്ടപ്പോഴേ ഇവിടെ ഏതെങ്കിലും IT കമ്പനിയിൽ ജോലി ചെയ്യുകയാവുമെന്ന് അവൾ ഉറപ്പിച്ചു. ഇത് തൻ്റെയല്ലേ? നടന്ന് അടുത്തെത്തിയതും കയ്യിലുണ്ടായ ഡയറി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. അയ്യോ അതെ, ഇത് എവിടുന്ന് കിട്ടി? അതിഥി പരിശ്രമം നോക്കാതെ അത് പിടിച്ചു വാങ്ങി ധൃതിയിൽ താളുകൾ മറിച്ചു നോക്കി. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്നലെ ഇയാൾ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ചായ കുടിക്കാൻ അവിടെ വന്നിരുന്നു. ടേബിളിൽ ഡയറി കണ്ട ഉടനെ തന്നെ ഞാൻ വിളിച്ചിരുന്നു. പക്ഷേ താനത് കേട്ടില്ല. പിന്നെ കൊണ്ടുതരാൻ തൻ്റെ വെയർ അബൌട്ട്സ് ഒന്നും അറിയില്ലല്ലോ. ഇന്ന് തന്നെ ഇവിടെ വെച്ച് കണ്ടാലോ എന്ന് കരുതി കയ്യിലെടുത്തതാ. അപ്പോഴും അവളുടെ മുഖത്ത് ശേഷിച്ച സന്തോഷത്തിൻ്റെ പ്രസരിപ്പ് കണ്ടപ്പോൾ ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. എനിക്ക് തന്നോട് എങ്ങനെയാ താങ്ക്സ് പറയേണ്ടതെന്ന് അറിയില്ല. എനിക്കിത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കറിയാം, അവൻ തലയാട്ടി. എന്തറിയാമെന്ന് അവൾ പരിങ്ങലോട് ചോദിച്ചു. അല്ല, കണ്ടപ്പോൾ പേഴ്സണൽ ഡയറി പോലെ തോന്നി. അത് എല്ലാവർക്കും വിലപ്പെട്ടതാകുമല്ലോ, അവൻ പെട്ടെന്ന് മറുപടി നൽകി. അതെ, എന്തായാലും ഒരുപാട് താങ്ക്സ്. ഞാൻ എന്തായാലും ഒരു ട്രീറ്റ് തരുന്നുണ്ട്. ഇപ്പോൾ സമയമുണ്ടെന്ന് തോന്നുന്നില്ല, കാബ് വരാറായി. ഹേയ് സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. എൻ്റെ പേര് അതിഥി. തൻ്റെ പേര് പറഞ്ഞില്ല? മഹാദേവ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ, എന്നാൽ പിന്നെ കാണാം.
അവനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞതും ശരീരത്തിലൂടെ ഒരു ഇലക്ട്രിക് സ്പാർക്ക് കടന്നു പോയതുപോലെ അവൾ പെട്ടെന്ന് നിന്നു. അവൻ പറഞ്ഞ പേര് ഒന്നുകൂടെ മനസ്സിലേക്ക് വന്ന ഞെട്ടലിൽ അതേ വേഗത്തിൽ അവനെ തിരിഞ്ഞു നോക്കി. നീ എന്താ പേര് പറഞ്ഞത്? നീ ഡയറി വായിച്ചല്ലേ? അവൾ എന്തെന്നില്ലാത്ത ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും. യെസ്, വായിച്ചു. അവൻ മുഖത്തെ ചിരി മായ്ക്കാതെ പറഞ്ഞു. തനിക്ക് നാണമില്ലേ ഒരാളുടെ പേഴ്സണൽ ഡയറി അയാളുടെ അനുവാദമില്ലാതെ വായിക്കാൻ? അവൾ സങ്കടവും ദേഷ്യവും കൊണ്ട് നിയന്ത്രണം നഷ്ടമായ പോലെ അല്പം ഉറക്കെ ചോദിച്ചു. സത്യത്തിൽ വായിച്ചു തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് അത് പേഴ്സണലാണെന്ന്. 1-2 പേജ് കഴിഞ്ഞപ്പോഴേക്കും അത് മുഴുവൻ വായിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തൊരു ഭാഷയാടോ തൻ്റേത്? എനിക്കറിയാം ചെയ്തത് തെണ്ടിത്തരമാണെന്ന്. റിയലി സോറി. ഐ കുഡിൻ ഹെൽപ്പ് ഇറ്റ്. വായിച്ചത് പോരാഞ്ഞിട്ട് നാണമില്ലാതെ നീ അതിനെ വർണ്ണിക്കാനിരിക്കുകയാണോ? ഇനിയും നിന്നാൽ ഞാൻ കൂടുതൽ എന്തേലും പറയും. അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു. അതിഥി, റിയലി സോറി. വേഗത്തിൽ നടന്ന അവൾക്ക് പിറകെ ഓടിച്ചെന്നുകൊണ്ട് അവൻ പറഞ്ഞു. നിന്റെ സോറി കൊണ്ടുപോയി നീ ഉപ്പിലിട്ട് വയ്ക്കേ. അവൾ ദേഷ്യത്തോടെ കാറിൻ്റെ ഡോർ വലിച്ചടച്ചു. താനിങ്ങനെ ദേഷ്യപ്പെട്ടു പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? താഴ്ത്തിയിട്ട വിൻഡോയിൽ കൈ ഊന്നി അവൻ ചോദിച്ചു. ചേട്ടാ, വണ്ടി എടുക്കാവോ? എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അവൾ അല്പം കടുപ്പിച്ച് ഡ്രൈവറെ നോക്കി പറഞ്ഞു. എടോ, ഇല്ലാത്ത ഒരാളെയും കാത്തിങ്ങനെ ഒരു സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്നത് അവസാനം വലിയ നിരാശയാവും. കാർ ചെറുതായി നീങ്ങി തുടങ്ങിയപ്പോൾ പിറകിൽ നിന്നും അവൻ വിളിച്ചു പറഞ്ഞു. അവനാരാ എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും. അതിന് അവനെന്താ? റൂമിലെത്തി ബാഗ് കട്ടിലേക്കിട്ട് വലിച്ചെറിയുന്നതിനിടെ അതിഥി പറഞ്ഞു. റൂമിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ദേവികയും സാക്ഷിയും അശ്വിനിയും കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി. ആരെന്ത് പറഞ്ഞെന്നാ ചേച്ചി? ദേവിക ബാഗുടെ ടേബിളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ചോദിച്ചു. അശ്വിനിയുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയിലെ വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്ത് അതിഥി സംഭവം വിശദീകരിച്ചു. കാര്യങ്ങൾ മുഴുവൻ കേട്ടപ്പോൾ അവർക്ക് 3 പേർക്ക് ഒന്നേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. ആരാ ഈ മഹാദേവ്? ഇത്രയും കേട്ടിട്ടും ഇതാണോ നിങ്ങൾക്ക് അറിയേണ്ടത്? അവനെൻ്റെ ഡയറി വായിച്ചതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അതിഥി ദേഷ്യപ്പെട്ട് ചോദിച്ചു. എന്തായാലും ഡയറി കിട്ടിയില്ലേ? അവൻ്റെ കാര്യം വിട്ടേക്കോ. അവളെ സമാധാനപ്പെടുത്താൻ അശ്വതി പറഞ്ഞു. ഞാൻ നാളെ നാട്ടിൽ പോവും. അടുത്ത ഞായറാഴ്ചയാണ് നിശ്ചയം. ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് ഇപ്പോൾ ആരെയും വിളിക്കുന്നില്ല. കല്യാണം ഇവിടെ വെച്ചാണ്. നമുക്ക് അടിച്ചു പൊളിക്കാം. അശ്വിനി നിശ്ചയത്തിൻ്റെ ഡ്രസ്സും ആഭരണങ്ങളും സൂക്ഷിച്ച പെട്ടി തുറന്നു. പച്ച പട്ടുസാരിയും കൂടുതലും ആൻറ്റിക് ഡിസൈനുള്ള ആഭരണങ്ങളും അശ്വിനിക്ക് നന്നായി ചേരുമെന്ന് അവൾക്ക് തോന്നി. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്രയും കാലത്തെ കാത്തിരിപ്പിച്ച ശേഷം നടക്കുന്ന ഈ കല്യാണത്തിന് ഭംഗി കൂടുതലായിരിക്കും. ചേച്ചി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. സാരി നോക്കിക്കൊണ്ടിരുന്ന അതിഥിയെ തട്ടി വിളിച്ചുകൊണ്ട് ദേവിക പറഞ്ഞു. ഹാ, നീ പറ. ഇവിടുന്ന് വേണ്ട ചേച്ചി. ഭക്ഷണം കഴിഞ്ഞ് റൂമിൽ വരാവോ? ഹാ, വരാം. പുതിയ എന്തോ അബദ്ധം ഒപ്പിച്ചു കാണുമെന്ന് അതിഥി അപ്പോഴേ മനസ്സിലുറപ്പിച്ചു. ഞാനും വരുന്നു ദേവികയുടെ അടുത്തേക്ക്. അവൾ എനിക്ക് ഓഫീസിലിടാൻ ഒരു കൂർത്ത തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് ദേവികയെ കാണാനിറങ്ങിയ അതിഥിക്ക് മുൻപേ സാക്ഷി പുറത്തിറങ്ങി. നിനക്കത് പിന്നെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. അതിഥി അവളെ ഒഴിവാക്കാനായി പറഞ്ഞു. അതെന്താ ഞാൻ വന്നാൽ? നീ എന്താ ഒരുമാതിരി നാഗവല്ലിയെ പോലെ ചോദിക്കുന്നേ? നീ വരുന്നതുകൊണ്ടല്ല. അവൾ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു? സത്യം പറയാതെ നിവൃത്തിയില്ലെന്ന് തോന്നിയപ്പോൾ അതിഥി പറഞ്ഞു. ഇത്രയും കാലം ഞാൻ ഫുൾ ടൈം സിദ്ധിനോട് സംസാരിച്ചിരുന്നു എന്നതായിരുന്നു നിങ്ങളുടെ പ്രശ്നം. ഇപ്പോൾ ഞാൻ ഫോൺ വിളി കുറിച്ചപ്പോൾ എന്നോട് സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. സാക്ഷി മുഖം വീർപ്പിച്ച് റൂമിലേക്ക് പോയി. എന്താണ് പുതിയ പ്രശ്നം? ദേവിക വാതിൽ തുറന്ന പാടെ അതിഥി ചോദിച്ചു. എനിക്കിത് ചേച്ചിയോട് എങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷേ എനിക്കിത് ഇവിടെ വേറെ ആരോടും പറയാനല്ല. നീ ടെൻഷൻ കൂട്ടാതെ കാര്യം പറയൂ ദേവു. അമൽ എന്നെ ഫിസിക്കൽ റിലേഷന് വേണ്ടി ഫോഴ്സ് ചെയ്യുന്നു. പക്ഷേ എനിക്കിപ്പോൾ സെക്സ് ചെയ്യേണ്ട ചേച്ചി. ഇന്ന് കോളേജിൽ വെച്ച് സംസാരിച്ച കൂട്ടത്തിൽ അടുത്ത വീക്കെൻഡിൽ 2 പേർക്കും പുറത്തു പോകാമെന്ന് അവൻ പറഞ്ഞു. പിന്നെ പ്രൈവസി കിട്ടും എല്ലാത്തിനും എന്നൊക്കെ അവൻ പറഞ്ഞത് സത്യമാണ്. കോളേജിൽ ഒന്നിനും ഒരു പ്രൈവസി ഇല്ല. പിന്നെ റിലേഷൻഷിപ്പ് ആയാൽ ഇപ്പോൾ ഇതൊക്കെ കോമണല്ലേ ചേച്ചി? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ട്രിപ്പ് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ സെക്സ് ചെയ്യാൻ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. എന്നാൽ അങ്ങനെ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? ഇതൊക്കെ ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റിൽ നടക്കേണ്ട കാര്യമല്ലേ? അതല്ല ചേച്ചി പ്രശ്നം. ഞാനിത് അവനോട് പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ ശരി, നിൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചതാണ്. പക്ഷേ കുറച്ചു മുൻപേ എന്നെ വീണ്ടും വിളിച്ച് ഒരു ബന്ധമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയുവാണ്. ദേവിക കണ്ണു തുറച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇങ്ങനെ കരയാതെ എന്താ അവൻ പറഞ്ഞതെന്ന് പറ. അതിഥിക്ക് ക്ഷമ നശിച്ചു. അവനോട് അവൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞത്രേ, പെൺകുട്ടികൾ സെക്സിന് സമ്മതിക്കാഞ്ഞാൽ ഭാവിയിൽ തേക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സെക്സ് കഴിഞ്ഞാൽ പിന്നെ അന്തസ്സുള്ള കുട്ടികളൊന്നും വേറെ കെട്ടില്ലല്ലോ. ആഹാ, ബെസ്റ്റ്. ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന അവൻ്റെ ആ ഫ്രണ്ട്സിനെയാണ് ആദ്യം തല്ലേണ്ടത്. വിശ്വാസം കാണിക്കാൻ കിടന്നു കൊടുക്കണം എന്നൊക്കെ പറയുന്നവന്മാരെക്കാൾ വലിയ വൃത്തികെട്ടവർ വേറെ കാണില്ല. ഒരിക്കൽ സെക്സ് സംഭവിച്ചാൽ അയാളെ മാത്രമേ കെട്ടാൻ പാടുള്ളൂ എന്നൊക്കെ ഇവനോട് ആരാ പറഞ്ഞത്? എന്നാൽ ഇവനൊക്കെ മിനിമം ഒരു 10 കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ. പെൺകുട്ടികൾക്ക് മാത്രം മതിയോ ഈ അന്തസ്സ്? എനിക്കൊന്നും അറിയാൻ പാടില്ല ചേച്ചി. ഇവനിത് വലിയ സീനാക്കുമെന്ന് ഉറപ്പാണ്. എന്ത് സീൻ? നീ അവനോട് പോവാൻ പറ. അവൻ ഏറി വന്നാൽ റിലേഷൻ വേണ്ടെന്ന് പറയുമായിരിക്കും. ഞാൻ ആലോചിച്ചിട്ട് അത് തന്നെയാണ് നിനക്കിപ്പോൾ നല്ലത്. ഇവനെപ്പോലുള്ള ടോക്സിക് ആൽഫൈമിനെയൊക്കെ മിനിമം ഒരു 100 അടിയെങ്കിലും മാറ്റി നിർത്തുന്നതാണ് നല്ലത്.
നിന്റെ ശരീരം, നിന്റെ ചോയ്സ്. നീ എപ്പോൾ ആരുടെ കൂടെ എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അൾട്ടിമേറ്റ്ലി നീ തന്നെയാണ്. ഇതിൻ്റെ പേരിൽ അവൻ അങ്ങ് പോകുവാണെങ്കിൽ പോട്ടേന്ന് വയ്ക്കണം. അല്ലെങ്കിലും പകുതി പ്രണയങ്ങളിലെയും വില്ലൻ ഇതുപോലെ ബോധമില്ലാത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. ഇങ്ങനെ തലതിരിഞ്ഞ ഉപദേശങ്ങൾ കൊടുത്ത് നല്ല ബന്ധങ്ങൾ പോലും ഇല്ലാതാക്കും. അതിഥിക്ക് എത്ര പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നുണ്ടായില്ല. അതെ ചേച്ചി, അവൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല, ദേവിക ഒടുവിൽ ഉറപ്പിച്ച് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്കുള്ള വഴിയിൽ തന്നെ കാത്തുനിന്ന ഇന്നലത്തെ ആ പയ്യനെ കണ്ടില്ലെന്ന് നടിച്ച് അതിഥി വേഗത്തിൽ നടന്നു. എടോ അതിഥി, ഒരു മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണം, അവൻ പുറകെ നടന്നുകൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാനില്ല. അല്ലെങ്കിലും ഞങ്ങളെപ്പോലെ സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരോട് തനിക്ക് പുച്ഛമാണല്ലോ, അവൾ മുഖത്ത് നോക്കാതെ മറുപടി നൽകി. അങ്ങനെ ഞാൻ എപ്പോൾ പറഞ്ഞു? ദേ നോക്കിയേ, ഞാൻ എൻ്റെ തെറ്റ് അഡ്മിറ്റ് ചെയ്ത് മാപ്പും പറഞ്ഞിരിക്കുന്നു. അതിൽ കൂടുതൽ ഇപ്പോൾ എന്താ ചെയ്യുക? ഒക്കെ ക്ഷമിച്ചിരിക്കുന്നു, പോരെ? അതിഥി ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു. പോരാ, എനിക്ക് തന്നോട് കുറച്ചു നേരം സംസാരിക്കണം. എപ്പോഴാണോ ഒന്ന് ഫ്രീ ആവുന്നേ? അവൻ വിടാൻ ഭാവമില്ല. ഞാൻ ഫ്രീ അല്ല. ഇനി ഫ്രീ ആണെങ്കിലും നീയുമായി ഒരു സംസാരത്തിനും എനിക്ക് താല്പര്യവുമില്ല. അവൾ അവൻ്റെ മറുപടിക്ക് നിൽക്കാതെ ഓഫീസിലേക്ക് കയറി. ആദി എവിടെ? അവൻ്റെ ഒഴിഞ്ഞ കസേര നോക്കി അതിഥി ശക്തിയോട് ചോദിച്ചു. തെരിയലെ, കാൻറ്റീനിൽ ഇരിക്കാ പാര്. അവൻ സ്ക്രീനിൽ നിന്ന് മുഖമെടുക്കാതെ മറുപടി പറഞ്ഞു. അതിഥി കാൻറ്റീനിലെത്തിയപ്പോൾ അവിടെ കോർണറിലുള്ളൊരു ടേബിളിൽ ചായ കുടിച്ച് ആദി ഇരിപ്പുണ്ടായിരുന്നു. ഇതെന്താണ് പതിവില്ലാതെ ഒറ്റയ്ക്കൊരു ചായ കുടി? അവനെ അഭിമുഖമായി കസേര വലിച്ചിട്ടിരുന്ന് അവൾ ചോദിച്ചു. അതെന്താ, എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പാടില്ലേ? എല്ലാത്തിനും തർക്കുത്തരം പറയണമെന്ന് നിനക്ക് എന്തെങ്കിലും വാശിയുണ്ടോ? അത് നിന്റെ ചോദ്യം പോലെ ഇരിക്കും. ഹാ, ഇനി അതും എൻ്റെ തലയിൽ തന്നെ ഇട്. ഡയറി കൊണ്ടു കളഞ്ഞതിന് എന്നോടുള്ള നിന്റെ ദേഷ്യമൊക്കെ മാറിയോ? അവൻ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. ഹാ, ഡയറി കിട്ടിയല്ലോ. എപ്പോ? അതൊക്കെ കിട്ടി. ഇങ്ങനെ തർക്കുത്തരം മാത്രം പറയുന്നവർ അത്രയും അറിഞ്ഞാൽ മതി. അതുവിടെ, എന്താണ് താങ്കളുടെ ഈ ഏകാന്തതയ്ക്ക് പിന്നിലെ കാരണം? നമുക്ക് പരിഹാരം ഉണ്ടാക്കാവടോ? അതിനങ്ങനെ പരിഹാരമൊന്നുമില്ലടോ. ചില സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, അത്ര തന്നെ. എന്ത് സ്വപ്നം? നീ എന്താ പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നേ? അവൾക്ക് കാര്യം മനസ്സിലായില്ല. വീട്ടിൽ ചേച്ചിക്ക് നല്ല ചില ആലോചന വരുന്നുണ്ട്. പക്ഷേ വീട് പണി ബാക്കിയുള്ളത് കൊണ്ട് ഒന്നിനും ഓക്കെ പറയാൻ പറ്റുന്നില്ല. ഒരു പുതിയ ലോൺ എടുക്കാതെ ഒന്നും നടക്കില്ല. ഇനി ലോൺ എടുത്താൽ എനിക്കൊരിക്കലും ഈ ജോലി കളയാനും പറ്റില്ല. അച്ഛനെ കൊണ്ട് മാത്രം അത് അടയ്ക്കാൻ പറ്റില്ല. സിനിമാ സ്വപ്നങ്ങളൊക്കെ അതോടെ തീരും. നിങ്ങൾക്ക് വേറെ പ്രോപ്പർട്ടീസ് ഒന്നുമില്ലേ? ഫണ്ട് റൈസ് ചെയ്യാൻ മറ്റു മാർഗ്ഗമില്ലേ? ഉള്ളത് വിറ്റാണ് ഇത്രയും ചെയ്തത്. ഇനി ഒന്നുമില്ല. ഞാൻ ഈ ജോലി കണ്ടിന്യൂ ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാനൊഴിച്ച് എല്ലാവരും ഹാപ്പിയാവും. എല്ലാവരുടെയും വിചാരം ആൺകുട്ടികൾക്ക് എല്ലാം എളുപ്പമാണെന്നാണ്. പക്ഷേ കുടുംബം മുന്നോട്ട് പോകാൻ ആൺകുട്ടികൾ വേണ്ടെന്ന് വെക്കുന്ന സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും എത്രയുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ല. നീ ഇങ്ങനെ ശോകമായാലോ? നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അവൾ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹേയ്, 2 ദിവസം ഒരു വിഷമം ഉണ്ടാവും, പിന്നെ അത് സെറ്റായിക്കോളും. അല്ല, അതൊക്കെ വിട്. നീ ഒരു അവാർഡ് വാങ്ങി മുങ്ങി നടക്കുകയാണല്ലേ? അതിൽ പിന്നെ എനിക്ക് നിന്നെ കയ്യിൽ കിട്ടിയില്ല. ഇന്ന് ചിലവ് വേണ്ട, ഞായറാഴ്ച മതി. തൽക്കാലം നീ എനിക്ക് താഴേന്ന് ഒരു ചായ വാങ്ങിത്താ. നീ അല്ലേ ഇപ്പോൾ ചായ കുടിച്ചേ? എടി, നമ്മൾ മലയാളികൾക്ക് ഒരു ദിവസം എത്ര ചായ വേണമെങ്കിലും കുടിക്കാം. അത് ഇത്ര കാലമായിട്ട് മോൾക്കറിയില്ലേ? നീ വാ. അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. എന്നാൽ നിൽക്ക്, ഞാൻ ഗീത ചേച്ചിയെ കൂടെ വിളിക്കാം. നീ പരിചയപ്പെട്ടില്ലല്ലോ. നീ ശക്തിയെയും കൂട്ടി നടന്നോ, ഞാൻ വന്നേക്കാം. അവൾ പ്രതീക്ഷിച്ച പോലെ ഗീത ചേച്ചി ആദ്യയും ശക്തിയുമായി പെട്ടെന്ന് കൂട്ടായി. ഇത്രയും ദിവസം തന്നെ കളിയാക്കാൻ 2 പേരാണെങ്കിൽ ഈ പോക്ക് പോയാൽ അധികം വൈകാതെ അത് 3 ആകുമെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി. എടി, ദേ ആ പയ്യൻ കുറേ നേരമായി നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സൈഡിൽ വലതുവശത്തെ ടേബിൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചേച്ചി പറഞ്ഞു. അവൾ അങ്ങോട്ട് നോക്കി. ആ പയ്യൻ തന്നെയാണ്. അവൾ മുഖം തിരിച്ചെണീറ്റു. നിനക്കറിയോ അവനെ? ചേച്ചി ചോദിച്ചു. ഏയ്, എനിക്കറിയാൻ പാടില്ല ചേച്ചി. ഇവിടെ ഇങ്ങനെ കുറേ പേരെ കാണാം. കൂടുതലും വായ നോക്കികളാണ്. സിന്ദൂരം തൊട്ടതിലും കെട്ടിയതാണെങ്കിലും കാര്യമില്ല. ചേച്ചിയും സൂക്ഷിച്ചോ. തിരിച്ചു നടക്കുന്നതിനിടെ അവൾ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. അന്ന് വിളിക്കാൻ ഹസ്ബൻഡ് വരാത്തതിനാൽ അവൾ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ചേച്ചിയും ഒപ്പം വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ക്യാബ് പിടിച്ച് പോകുന്നത്. ക്യാബ് ബുക്ക് ചെയ്യുന്നതിനിടെ അല്പം പരിഭ്രമത്തോടെ ചേച്ചി പറഞ്ഞു. ചേച്ചി ഫോൺ തരൂ, ഞാൻ കാണിച്ചു തരാം. അവൾ ചേച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. എടി, ദേ ഇത് മറ്റേ പയ്യനല്ലേ? ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന അതിഥിയെ ഗീത ചേച്ചി തട്ടി വിളിച്ചു. അവൾ മറുപടി നൽകും മുമ്പേ കയ്യിൽ ഒരു പർപ്പിൾ ഓർക്കിഡ് ബൊക്കയുമായി അവൻ അടുത്തെത്തി. അതിഥി, സോറി. ഇതിൽ കൂടുതൽ ഇനി എങ്ങനെയാണ് തന്നോട് സോറി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവൻ പൂക്കൾ അവൾക്ക് നേരെ നീട്ടി. അവൾക്ക് പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് കിട്ടിയില്ല. ചുറ്റുമുള്ളവരെല്ലാം അവരെ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി. നിങ്ങൾ സംസാരിക്കേ, എൻ്റെ ക്യാബ് ഇപ്പോൾ വരും. നാളെ കാണാട്ടോ. ചേച്ചി അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി യാത്ര പറഞ്ഞു. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് മാറി നിന്നു. നിനക്ക് വട്ടുണ്ടോ? ഇതെന്താ പൂവൊക്കെ ആയിട്ട്? എന്താ, നല്ലതല്ലേ? നിനക്കിഷ്ടമായില്ല? അവൻ കൂളായി ചോദിച്ചു. പിന്നെ ഭയങ്കര ഇഷ്ടമായി. ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വല്ല ബോധമുണ്ടോ? ചേച്ചിയോട് ഞാൻ ഇനി എന്ത് പറയും? അവൾ പരിഭ്രമം കൊണ്ട് കൈവിരൽ പൊട്ടിച്ചുകൊണ്ടിരുന്നു.
ഇതിലിപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കാനാ? ഞാൻ നിനക്ക് കുറച്ച് ഫ്ലവേഴ്സ് തന്നു, അതിൽ അവർക്കിപ്പോൾ എന്താ? പിന്നെ ചേച്ചിയോട് ഞാൻ നിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ പോരെ? ഇനി അത് പറയാൻ പറ്റില്ല. നീ ഉച്ചയ്ക്ക് അപ്പുറത്തെ ടേബിളിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത് ചേച്ചി കണ്ടിരുന്നു. എന്നോട് ചോദിച്ചു ആരാന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അവൻ അല്പം എക്സൈറ്റ്മെൻറ്റോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന്. അല്ലാതെ നീ എൻ്റെ ഡയറി വായിച്ച കഥയൊക്കെ അവരോട് വിളമ്പാൻ പറ്റുമോ? ഇതിപ്പോൾ ചേച്ചിയോട് ഞാൻ കള്ളം പറഞ്ഞ പോലെ ആയില്ലേ? അത് വിട്ടേക്ക്. അവരിപ്പോൾ അങ്ങനെ കടന്നൊന്നും ചിന്തിക്കാൻ പോണില്ലെന്നേ. സത്യത്തിൽ കണ്ട പൂവും പിടിച്ച് ഇങ്ങനെ ഒരു ഷോ കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഹലോ, കണ്ട പൂവൊന്നുമല്ല. ഞാൻ ഒരുപാട് സമയമെടുത്ത് കസ്റ്റമൈസ്ഡായിട്ട് ഓർഡർ ചെയ്തതാ. സ്വീകരിച്ചില്ലെങ്കിലും ഇങ്ങനെ അപമാനിക്കരുത്. അല്ല, എന്താണ് ഉദ്ദേശം? വെറും ഒരു സോറി പറയാനാണോ ഈ ചീപ്പ് ഷോ ഒക്കെ? സോറി പറയാൻ മാത്രമല്ല, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. ഡയറിയിൽ നീ എഴുതിയതൊന്നും കള്ളമല്ലെങ്കിൽ ആ ആളിനെ എനിക്ക് നല്ല ഇഷ്ടമായി. ആളെ കൂടുതൽ അറിയണമെന്ന് തോന്നി. അവൻ അവളോട് അല്പം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. നീ പൂവും വാങ്ങി വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ച് നിന്നോട് പറയൂ എന്ന് തോന്നാൻ കാരണം? ഞാൻ അറിഞ്ഞ അതിഥി പറയും. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നമുക്ക് ഒന്നിച്ചൊരു ചായ ആയാലോ? പക്ഷേ ഇന്ന് വേണ്ട, അവൻ കൂട്ടിച്ചേർത്തു. ഞാൻ വരില്ല. മറുപടി പറയാൻ അവൾക്കൊട്ടും ആലോചിക്കേണ്ടി വന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ പൂവെങ്കിലും വാങ്ങാമോ? അവൾ അല്പം ആലോചിച്ച ശേഷം അവൻ്റെ കയ്യിൽ നിന്നും പൂ വാങ്ങിച്ച് കൈകളിൽ ചേർത്ത് പിടിച്ചു. 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകില്ല. ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകും. വെള്ളിയാഴ്ച വൈകുന്നേരമേ തിരിച്ചെത്തൂ. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ഞാൻ റെഡിയായി നിൽക്കും. എവിടെ വന്ന് പിക്ക് ചെയ്യണമെന്ന് നീ പറഞ്ഞാൽ മതി. ഹലോ, എങ്ങോട്ടാണ് ഈ പ്ലാൻ ചെയ്തു പോകുന്നത്? ഞാൻ വരില്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേ? അവൾ അവൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. ഡയറിയുടെ അവസാന പേജിൽ ഞാൻ എൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. നീ കണ്ടില്ലെന്ന് മനസ്സിലായി. അതാ ഓർമ്മിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് വിളിക്കൂ. ബൈ. ഉള്ളിൽ 1000 ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ ഉണ്ടായിരുന്നിട്ടും അവളൊന്നും മിണ്ടിയില്ല. അതേ, പിന്നെ എൻ്റെ പേര് ഡയറിയിൽ എഴുതാൻ മറന്നു. ശരൺ വാസുദേവ്. പോകാൻ തിരക്കുണ്ടായിട്ടും അവൻ നടന്നകലുന്നത് നോക്കി ആ പർപ്പിൾ ഓർക്കിഡ് പൂക്കളുമായി അവളവിടെ കുറച്ചുനേരം വെറുതെ നിന്നു. വരാന്തയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സാക്ഷിക്കും ദേവയ്ക്കും മുൻപിലൂടെ അവരെ ശ്രദ്ധിക്കാതെ പൂക്കളുമായി മുറിയിലേക്ക് നടന്നുപോയ അതിഥിയെ കണ്ട് രണ്ടുപേരും ഒരു നിമിഷം അന്താളിച്ച് പരസ്പരം നോക്കി. നീ എവിടുന്നാ വരുന്നേ? അതിഥിക്ക് പിറകെ റൂമിലേക്ക് കയറി സാക്ഷി ചോദിച്ചു. ഓഫീസിൽ നിന്ന്. അവൾ പൂക്കൾ വയ്ക്കാൻ ടേബിളിൽ ഇടമുണ്ടാക്കുന്നതിനിടെ പറഞ്ഞു. അപ്പോൾ ഈ പൂവ് എവിടുന്നാ? അതവൻ തന്നതാ. ഏതവൻ? സാക്ഷി ഒരൽപ്പം ഞെട്ടലോട് ചോദിച്ചു. ചേച്ചി, ഞാനൊന്ന് നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട്. ദേവിക അതിഥിക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു. നിനക്ക് ഇതിൻ്റെ ഭംഗിയാണോ വിഷയം? ഇത് ആര് തന്നുവെന്ന് ഇവൾ ആദ്യം പറയട്ടെ. സാക്ഷി ദേവികയെ നിരുത്സാഹപ്പെടുത്തി. നീ എന്തിനാ അവളോട് തട്ടിക്കയറുന്നേ? ഇത് ആര് തന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ പ്രശ്നം തീരില്ലേ? ഇന്നലെ ഡയറി തന്നുവെന്ന് പറഞ്ഞില്ലേ? അവൻ തന്നതാണ് ഈ പൂവും. അതിന് നീയും അവനും തമ്മിൽ വഴക്കല്ലേ? അതെ. എന്നിട്ട് നീ അവൻ പൂവ് തന്നപ്പോൾ അത് വാങ്ങി കയ്യിൽ വെച്ചോ? അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അതിഥി സാക്ഷിയുടെ ബെഡിൽ വന്നിരുന്നു. സംഭവങ്ങൾ വിശദീകരിച്ചു. എന്തോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ദേവിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി വല്ല റൊമാൻസുമാണോ ആളുടെ ഉദ്ദേശ്യം? അല്ലാതെ ആരെങ്കിലും ആദ്യം കാണുമ്പോൾ തന്നെ ഡേറ്റിനൊക്കെ വിളിക്കോ? സാക്ഷിയും അവളെ പിന്താങ്ങി. ഒരു കോപ്പുമില്ല. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണിത് വാങ്ങിച്ചത്. അല്ലാതെ ഞാനവനെ ഇനി വിളിക്കാനൊന്നും പോണില്ല. അതിഥി ഈ വിഷയം അവസാനിപ്പിക്കാനെന്നോണം ബക്കറ്റെടുത്ത് കുളിമുറിയിലേക്ക് പോയി. രാത്രി ഭക്ഷണം കഴിച്ച് തിരിച്ച് റൂമിലെത്തുമ്പോൾ വാതിൽക്കൽ തൊട്ടടുത്ത മുറികളിലെ 2 പെൺകുട്ടികൾ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതെ, നിങ്ങളുടെ റൂമിൽ കുറച്ച് ഫ്ലവേഴ്സ് ഇല്ലേ? അതിൽ കുറച്ച് ഞങ്ങൾക്ക് തരുമോ? നാളെ വാർഡൻ്റെ പിറന്നാളാണ്. ഞങ്ങൾ 12 മണിക്ക് ചെറിയ പ്രോഗ്രാം നടത്തുന്നുണ്ട്. കേക്ക് വാങ്ങി. പൂ വാങ്ങാൻ നോക്കിയപ്പോൾ ഇവിടെ എവിടെയും കിട്ടാനില്ല. അപ്പോഴാണ് താൻ ഇതുമായി കയറി വരുന്നത് കണ്ടത്. എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ അവർ ഇങ്ങോട്ട് തള്ളിക്കയറി പറഞ്ഞു. ഹാ, തരാം. അതിഥി ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് മറുപടി പറഞ്ഞു. 12 മണിക്കല്ലേ കേക്ക് മുറിക്കുന്നത്? അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം. സാക്ഷി അതിഥിയെ രൂക്ഷമായി ഒന്ന് നോക്കി പെൺകുട്ടികൾക്ക് നേരെ തിരിഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്താ അവർക്കത് കൊടുക്കാമെന്ന് പറഞ്ഞേ? അവർ പോയി കഴിഞ്ഞ ശേഷം റൂം ലോക്ക് ചെയ്ത് സാക്ഷി ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് പറയാനാ? ഈ പൂവ് അവർക്ക് കൊടുക്കണോ? വേണ്ട. അപ്പോൾ വായ തുറന്ന് പറഞ്ഞൂടെ? അല്ല, ഇതിപ്പോൾ കൊടുത്താൽ നിനക്കെന്താ? നീ വേറെ വഴിയില്ലാതെ വാങ്ങി വെച്ചതല്ലേ? പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലാലോ. മാത്രമല്ല റൂമിൽ വെറുതെ സ്ഥലം മുടക്കാണ്. സാക്ഷി പൂക്കളെടുത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. പ്ലീസ് സാക്ഷി, കൊടുക്കേണ്ട. അതിഥിയുടെ മുഖം വാടി. ഓക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. സാക്ഷി ബെഡിൽ മലർന്നു കിടന്നു. ഒരു ഗംഭീര ഐഡിയ ഉണ്ട്. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് വേഗം കിടക്കാം. അവർ വന്ന് വിളിച്ചാലും എഴുന്നേൽക്കണ്ട. കുറച്ച് വന്ന് ഡോറിൽ മുട്ടുമായിരിക്കും. നാളെ ചോദിക്കുമ്പോൾ നിനക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് വേഗം ഉറങ്ങിപ്പോയെന്ന് പറയാം. സാക്ഷി തൻ്റെ കണ്ടുപിടുത്തം വിശദീകരിച്ചു. കൊള്ളാം, നൈസ് ഐഡിയ. അതിഥി ഓടിപ്പോയി സാക്ഷിയെ കെട്ടിപ്പിടിച്ച് കിടന്നു. നേരത്തെ കിടന്നെങ്കിലും ഉറക്കം വരാതെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഫോണിൽ ആൻറ്റിയുടെ കോൾ വന്നത്. ആൻറ്റി, എന്താ ഈ സമയത്ത് വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫോൺ എടുത്ത പാടെ അവൾ ചോദിച്ചു. ഇല്ല, പ്രശ്നമൊന്നുമില്ല. അങ്കിളിൻ്റെ ഒരു ബന്ധു മരിച്ചു. ഞങ്ങൾക്ക് നാളെ പുലർച്ചെ പോകണം. നാളെ രാത്രി കഴിഞ്ഞ് മടങ്ങി വരൂ.
ഷാരുവിന് എക്സാം ഉള്ളതുകൊണ്ട് അവളെ കൂട്ടാൻ പറ്റില്ല. മോള് നാളെ രാത്രി അവളുടെ കൂടെ ഇവിടെ നിൽക്കോ? പിറ്റേന്ന് രാവിലെ അവൾ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ വന്നേക്കാം. ഹാ, അതിനെന്താ, ഞാൻ ഓഫീസ് കഴിഞ്ഞ് അവിടേക്ക് എത്തിക്കോളാം. രാവിലെ നേരത്തെ ഇറങ്ങേണ്ടത് കൊണ്ടായിരിക്കും. വലിയ വിശേഷങ്ങൾക്ക് നിൽക്കാതെ ആൻറ്റി വേഗം ഫോൺ വെച്ചു. നീ നാളെ രാത്രി ഇവിടെ ഉണ്ടാകില്ലേ? ഫോൺ കട്ട് ചെയ്ത പാടെ സാക്ഷി ചോദിച്ചു. ഇല്ല, ശാലു ഒറ്റയ്ക്കാണ്. രാത്രി അവിടെ പോകണം. ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ തിരിച്ചു വരും. അതൊന്നും ശരിയാവില്ല. നാളെ രാത്രി ഒട്ടും പോകാൻ പറ്റില്ല, സാക്ഷി വാശി പിടിച്ചു. അതെന്താ നാളെ ഇത്ര പ്രത്യേകത? നീ എന്തായാലും പോകാൻ തീരുമാനിച്ചില്ലേ? ഇനിയിപ്പോൾ എന്തായാലും എന്താ? സാക്ഷി പരിഭവത്തോടെ തിരിഞ്ഞു കിടന്നു. ഗീത ചേച്ചിയുടെ ഇന്നലത്തെ സംഭവങ്ങൾ എങ്ങനെ വിശദീകരിക്കണമെന്ന ആലോചനയോടെയാണ് പിറ്റേന്ന് അവൾ ഓഫീസിലേക്ക് കയറി ചെന്നത്. ജോലി തിരക്ക് കൂടുതലായതിനാൽ രാവിലെ ചേച്ചിയെയും ആദ്യയെയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വൈകിട്ട് ചായ കുടിക്കാൻ അവൾ ചേച്ചിയെയും വിളിച്ച് കടയിലെത്തി. ഇവിടുത്തെ ഇഞ്ചി ചായ ട്രൈ ചെയ്തിട്ടുണ്ടോ? അടിപൊളിയാണ്. ചായക്കപ്പുകൾ മേശമേൽ കൊണ്ടുവയ്ക്കുന്നതിനിടെ ചേച്ചി പറഞ്ഞു. ചേച്ചി, ഇന്നലത്തെ കാര്യം ചേച്ചി വിചാരിക്കുന്ന പോലെ അല്ല. ഞാൻ ചേച്ചിയോട് മനഃപൂർവ്വം കളവ് പറഞ്ഞതല്ല. അവൾ ചേച്ചിയുടെ കൈ ചേർത്ത് പിടിച്ചു. അയ്യേ, നീ കളവ് പറഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞോ? അല്ലെങ്കിലും നീ അവനെ അറിയില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് എന്തിനാണ് പരിഭവം ഉണ്ടാവേണ്ടത്? അതല്ല, സത്യമായിട്ടും എനിക്ക് അവനെ വലിയ പരിചയമൊന്നുമില്ല. കഴിഞ്ഞ ദിവസമാണ് അവനെ ഞാൻ ആദ്യമായി കാണുന്നത് തന്നെ. എടോ, അതിപ്പോൾ എന്തായാലും എൻ്റെ വിഷയമല്ല. നീ എന്നെ പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് നീ എന്നോട് എല്ലാ കാര്യവും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ചേച്ചിക്ക് എന്നോട് പരിഭവമൊന്നുമില്ല? ഒന്നുമില്ല. വേഗം ചായ കുടിച്ചിട്ട് വന്നേ, എനിക്ക് പോയിട്ട് ബാക്കി പണി ചെയ്യാനുണ്ട്, ചേച്ചി തിരക്ക് കൂട്ടി. പിന്നെ അതെ, ആ പയ്യൻ കൊള്ളാട്ടോ. ഡെസ്കിലേക്ക് നടക്കുന്നതിനിടെ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹാ, ഇനി ചേച്ചിയും തുടങ്ങിക്കോ. ഇത് അങ്ങനെയൊന്നുമല്ല. അവൾ പരിഭവത്തോടെ തല തിരിച്ചു. അവിടെ അടുത്തു വല്ല അമ്പലവും ഉണ്ടെങ്കിൽ നാളെ പോയി ഒന്ന് തൊഴുതിട്ട് വാ. രാത്രി ഫോൺ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു. നാളെ എന്താ? അവൾ സംശയത്തോട് ചോദിച്ചു. നിന്റെ പിറന്നാളല്ലേ നാളെ? അതും ഓർമ്മയില്ലേ അമ്മ നിനക്ക്? ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഓഹ്, നാളെയാണോ? ഞാൻ മറന്നു. നാളെ ഓഫീസുണ്ട്. ലീവുള്ള ഒരു ദിവസം പോകാം. പോകില്ലെന്ന് അവൾക്കും അമ്മയ്ക്കും നല്ല ഉറപ്പുണ്ടെങ്കിലും അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ലഭിക്കുന്ന സന്തോഷം നഷ്ടപ്പെടുത്തേണ്ട എന്നോർത്ത് അവൾ പറഞ്ഞു. സാക്ഷി ഇന്ന് രാത്രി ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യവും അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അവൾ ഫോണെടുത്ത് അപ്പോൾ തന്നെ സാക്ഷിയെ വിളിച്ചു. എൻ്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം സത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായില്ല. സാക്ഷി എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ അവൾ അങ്ങോട്ട് പറഞ്ഞു. ഹാ, എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഗിഫ്റ്റും ചോദിച്ച് ഒരാഴ്ച മുൻപേ എൻ്റെ പിറകെ നടന്നേനെ. അതിപ്പോൾ ഞാൻ ചോദിച്ചില്ലെങ്കിൽ നീ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കും എന്ന് എനിക്കറിയാം. ഞാനൊന്നും വാങ്ങിച്ചില്ല. അല്ലെങ്കിലും ബർത്ത്ഡേ നൈറ്റ് ആൻറ്റിയുടെ വീട്ടിൽ പോയി കിടക്കുന്ന ആൾക്ക് ഞാൻ എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കാനാ? എടോ, ഞാൻ മനഃപൂർവ്വമാണോ? ആൻറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ കഴിയുമോ? നാളെ ഏത് ഡ്രസ്സാണ് ഓഫീസിലേക്ക് ഇടുന്നത്? ഉള്ളത് ഏതെങ്കിലും ഇട്ടിട്ട് പോകും. അല്ലാതെ ഇതെന്താ സ്കൂൾ വല്ലതുമാണോ പിറന്നാളിന് പുതിയ ഡ്രസ്സ് ഇട്ട് പോകാൻ? അതിഥിക്ക് ചിരി വന്നു. നാളെ രാവിലെ ഇത് തന്നെ പറയണം കേട്ടോ. ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പേ സാക്ഷി പറഞ്ഞു. നാളെ ചേച്ചിയുടെ പിറന്നാളാണോ? ഒന്നും പറഞ്ഞില്ലല്ലോ. നമുക്ക് കേക്ക് വാങ്ങായിരുന്നല്ലോ. അവളുടെ സംസാരം കേട്ട് ശാലു ചോദിച്ചു. നീയൊന്ന് പോയേ. ചെറിയ കുട്ടിയൊന്നുമല്ല. എനിക്ക് 23 വയസ്സായി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ദേ കിടക്കാൻ പോകാണ്. ഒരു അപേക്ഷയുണ്ട്. 12 മണിക്കൊന്നും വിളിച്ച് വിഷ് ചെയ്തേക്കരുത്. ഉറക്കത്തിൽ വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരും. അയ്യോ, എന്നാൽ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ശാലു അതിഥിയെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ്. നീ കിടക്കുന്നില്ലേ? ഇല്ല, എനിക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. ചേച്ചി കിടന്നോ? അതോ ആ പേരിൽ അപ്പുറത്തെ ഫ്ലാറ്റിലെ പിള്ളേരെ വല്ലതും കാണാനുള്ള ഇരിപ്പാണോ? ഞാനിപ്പോൾ ബാൽക്കണി പരിസരത്ത് പോലും പോകാറില്ല. എന്നാൽ ഓക്കെ, ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്ത് അതിഥി ഉറങ്ങാൻ കിടന്നു. ഇന്നലെ രാത്രി പഠിത്തമൊക്കെ കഴിഞ്ഞ് ശാലു എപ്പോഴാണ് കിടന്നതെന്ന് നിശ്ചയമില്ലാത്തതിനാൽ അവളെ എഴുന്നേൽപ്പിക്കാതെ രാവിലെ തന്നെ ഡോർ തുറന്ന് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് അതിഥി ഹോസ്റ്റലിലേക്ക് നടന്നു. ഫോണിൽ ഇന്നലെ രാത്രി വന്ന മിസ് കോളുകളുണ്ട്. ഈ രാത്രി 12 മണിക്ക് വിളിച്ച് വിഷ് ചെയ്യുന്നതൊക്കെ ലേശം ബോറാണെങ്കിൽ പോലും ശരിക്കും നമ്മളോട് ഇഷ്ടമില്ലാത്ത ആരും തന്നെ അങ്ങനെ ചെയ്യാനിടയില്ല. +2 കാലം വരെ അവൾക്ക് പിറന്നാൾ രാവിലെ അമ്പലത്തിൽ നിന്നും കിട്ടാറുള്ള പാൽപ്പായസവും സ്കൂളിൽ കൊടുക്കാൻ അച്ഛൻ വാങ്ങിത്തരുന്ന മഞ്ഞ കളറുള്ള മാംഗോ ബൈറ്റ് മിഠായിയുമാണ്. ബുധനാഴ്ചകളിലല്ലാതെ കളർ ഡ്രസ്സ് ഇട്ട് സ്റ്റൈലായി സ്കൂളിൽ കയറി ചെല്ലാം എന്ന ത്രില്ലും പിറന്നാൾ ദിവസത്തിനുണ്ട്. ചെയ്യാതെ വന്ന ഹോംവർക്കിനോ ഉത്തരം പറയാത്ത ചോദ്യങ്ങൾക്കോ അന്ന് വഴക്കും അടിയും കിട്ടില്ലെന്നും ഉറപ്പാണ്. ക്ലാസ്സിൽ എല്ലാവർക്കും മിഠായികൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സുകളിലുള്ള ടീച്ചേഴ്സിന് മിഠായി നൽകുന്ന ഒരു ചടങ്ങുണ്ട്. ക്ലാസ്സിലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയെ അതിന് കൂട്ടുവിളിക്കാം. കളർ ഡ്രസ്സിട്ട് ഓരോ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴും ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും കണ്ണുകൾ ഒരേ സമയം നമ്മളിലാവും. അവർക്കിടയിലൂടെ രാജകീയമായി മിഠായി പാക്കറ്റ് പിടിച്ച് ടീച്ചർക്കരികിലെ എത്തുന്നത് ഒരു സുഖമുള്ള അനുഭവമാണ്. അന്ന് വൈകുന്നേരം വരെ ബാക്കി വരുന്ന മിഠായികൾക്കായി ഫ്രണ്ട്സൊക്കെ പുറകെ കൂടും. ഇഷ്ടമുള്ളവർക്ക് മാത്രം ഒന്നിൽ കൂടുതൽ മിഠായി നൽകി സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതിനേക്കാൾ മികച്ച ഒരു ദിവസം വേറെയില്ല. അവൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിൽ അവളുടെയോ അനിയൻ്റെയോ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. അതൊക്കെ ആഡംബരമാണെന്ന് അച്ഛൻ്റെയോ അമ്മയുടെയും പക്ഷം. കൂട്ടുകാരും മാമൻ്റെ മക്കളുമൊക്കെ പിറന്നാൾ കേക്കുമായി വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങളോട് സ്നേഹമില്ലെന്ന പരാതി പറയാൻ രണ്ടുപേരും മറക്കാറില്ല.
പക്ഷേ കോളേജിൽ ചേർന്ന ശേഷം കേക്കും ആഘോഷങ്ങളും ഇല്ലാതെ ഒരു പിറന്നാൾ പോലും കടന്നു പോയിട്ടില്ല. ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അതിനോടുള്ള ആ ഇഷ്ടം കുറഞ്ഞു പോകുമെന്നത് ഈ പിറന്നാൾ കേക്കിൻ്റെ കാര്യത്തിൽ ശരിയാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. മാംഗോ ബൈറ്റിൻ്റെ അല്പം പുളിയുള്ള മധുരത്തിലാണ് തൻ്റെ എല്ലാ പിറന്നാൾ സന്തോഷങ്ങളും അടങ്ങിയിരിക്കുന്നതെന്ന് അവൾ അന്ന് തിരിച്ചറിഞ്ഞതാണ്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. റൂമിലേക്കുള്ള പടികൾ കയറവേ കോളേജിലേക്ക് ഇറങ്ങിയ ദേവിക അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് ഡി. അല്ല, നീ എന്താ ഇന്ന് നേരത്തെ? കോളേജിൽ ഇന്ന് ചെറിയൊരു പ്രോഗ്രാമുണ്ട്. സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാം ഞങ്ങളുടെ ബാച്ചിനാണ്. ഞാൻ വൈകിട്ട് നേരത്തെ വരാം. അവൾ തിടുക്കത്തിൽ പടികളിറങ്ങി. പുറത്തുനിന്ന് റൂം ലോക്ക് ചെയ്ത് കണ്ടപ്പോഴേ സാക്ഷി കുളിക്കാൻ പോയി കാണുമെന്ന് അവൾക്ക് മനസ്സിലായി. ഡോർ തുറന്ന് അകത്ത് കയറി ഓഫീസിലേക്കുള്ള ഡ്രസ്സ് തിരയുന്നതിനിടെയാണ് തൻ്റെ ബെഡിലിരിക്കുന്ന പാക്കറ്റ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നീല റാപ്പറിൽ വളരെ ഭംഗിയായി പൊതിഞ്ഞ പാക്കറ്റിന് പുറത്ത് യു ആർ വെരി കെയർലെസ്, ദാറ്റ് വൈ ഐ ഹാവ് ടു കെയർ അബൌട്ട് യു. ഹാപ്പി ബർത്ത്ഡേ അതിഥി, ഐ ലവ് യു എന്ന് എഴുതിയിരുന്നു. സന്തോഷത്തോടെയും അതിലേറെ ആകാംക്ഷയോടെയും പാക്കറ്റ് കയ്യിലെടുത്ത് തുറക്കാൻ പോകുമ്പോഴേക്കും കുളി കഴിഞ്ഞ് സാക്ഷി റൂമിലെത്തി. ആഹാ, ഞാനില്ലാതെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണോ? ബക്കറ്റ് കട്ടിലിനടിയിലേക്ക് വെക്കുന്നതിനിടെ അവൾ ചോദിച്ചു. എന്താണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ തുറന്നു പോയതാ. നീ ക്ഷമിക്കേ. എന്തായാലും തുറക്ക്, എന്നിട്ട് പറ ഇഷ്ടമായോന്ന്. അത് കേൾക്കേണ്ട താമസം അതിഥി ധൃതിയിൽ പാക്കറ്റ് പൊളിച്ചു. ഇത് നമ്മളൊന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ വില കൂടുതലാണെന്ന് പറഞ്ഞ് ഞാൻ എടുക്കാതെ വന്ന ഡ്രസ്സല്ലേ? നീ പിന്നെ അവിടെ വരെ പോയോ ഇത് വാങ്ങാൻ? അതിഥി അത്ഭുതത്തോടെ ചോദിച്ചു. യെസ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിനക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുമെന്ന്. പിന്നെ നിനക്ക് ഇത് നല്ല ഇഷ്ടമായി എന്നും എനിക്ക് മനസ്സിലായി. ഹാപ്പി ബർത്ത്ഡേ അതിഥി. സാക്ഷി അതിഥിയെ കെട്ടിപ്പിടിച്ചു. പുതിയ ഡ്രസ്സിട്ട് കണ്ണാടിക്ക് മുന്നിൽ വലിയൊരു ഫാഷൻ ഷോ കഴിഞ്ഞാണ് അതിഥി ഓഫീസിലെത്തിയത്. അടിപൊളി ഡ്രസ്സ്, സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താണ് വിശേഷം? ലിഫ്റ്റിന് കാത്തുനിന്ന അതിഥിയെ പിറകിൽ നിന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് ഗീത ചേച്ചി ചോദിച്ചു. വലിയ വിശേഷമൊന്നുമില്ല, എൻ്റെ പിറന്നാളാണ്, അത്രേ ഉള്ളൂ. ആഹാ, എന്നിട്ടാണോ? മെനി ഹാപ്പി റിട്ടേൺസ്. വൈകുന്നേരം കേക്കുമായി ആദിയും ശക്തിയും ഡെസ്കിലേക്ക് വന്നു. ഓഫീസിലെ പിറന്നാൾ ആഘോഷമെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയപ്പോഴേക്കും ഒരുപാട് വൈകി. മാഡം, നാളെ എപ്പോഴാണ് പോകുന്നത്? അതിഥിയുടെ ബെഡിൽ വന്നിരുന്നുകൊണ്ട് സാക്ഷി ചോദിച്ചു. എവിടെ പോകാൻ? ഒന്നും അറിയാത്ത പോലെ. ഈ ബാംഗ്ലൂർ സിറ്റിയിൽ വന്നിട്ട് നാളെയല്ലേ ആദ്യത്തെ ഡേറ്റ്? ഞാൻ എവിടെയും പോണില്ല, നീ ഒന്നും മിണ്ടാതിരിക്കാവോ? പിറന്നാൾ ആശംസകൾക്ക് മറുപടി കൊടുക്കുന്നതിനിടെ അതിഥി ഫോണിൽ നിന്ന് മുഖമെടുക്കാതെ പറഞ്ഞു. നിന്നെ ഒരു കാര്യത്തിലും നിർബന്ധിക്കാൻ ഞാനില്ല. പക്ഷേ ജീവിതത്തിൽ പുതിയ ഒരാളെ പരിചയപ്പെടുന്നതിലും അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നതിലും വലിയ തെറ്റൊന്നുമില്ല. പിന്നെ പിറന്നാൾക്കാരിക്ക് വേറെ ഒരു സമ്മാനം കൂടെ ബാക്കിയുണ്ട്. നീ വീണ്ടും ഗിഫ്റ്റ് മേടിച്ചോ? ഞാനല്ല, അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നതാ. ഇന്ന് ഉച്ചയ്ക്കാണ് കിട്ടിയത്. ലയിക്കുന്നതിൻ്റെ നമ്പറും അഡ്രസ്സും എവിടെ നിന്ന് കിട്ടി? ഞങ്ങളൊക്കെ വലിയ ചങ്ക്സ് ആയില്ലേ? ഗിഫ്റ്റ് കൈമാറുന്നതിനിടെ സാക്ഷി കള്ളച്ചിരിയോടെ പറഞ്ഞു. ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയ ഉടനെ വിളിക്കാൻ പറഞ്ഞു. അതിഥി ധൃതിപ്പെട്ട് ആ ഗിഫ്റ്റ് ബോക്സും ഓപ്പൺ ചെയ്തു. ദൈവമേ, ഗോൾഡിൻ്റെ ഇയർ റിങ്സോ? അതിഥിയേക്കാൾ സർപ്രൈസ് ആയത് സാക്ഷിയാണ്. ഞാനൊന്ന് അവളെ വിളിക്കട്ടെ. അതിഥി ലയയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ അമ്മോ. ഫോൺ എടുത്തപ്പോൾ ലയയും മെൽവിനും ഉറക്കെ പറഞ്ഞു. ഇതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഒന്നും പറയാത്തത്. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിക്കണം എന്നല്ലേ പറഞ്ഞത്? നീ ഇത്ര ധൃതിപ്പെട്ട് എന്തിനാണ് ഇത്രയും കാശ് കളഞ്ഞ് ഇതൊക്കെ വാങ്ങിയത്? എനിക്ക് നീ അല്ലാതെ ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേറെ ആരാണുള്ളത്? അതെ, സ്വന്തം കെട്ടിയവൻ്റെ പിറന്നാളിന് ഒരു നാരങ്ങ മിഠായി വാങ്ങി തന്നിട്ടില്ല ഇതുവരെ. മെൽവിൻ അവരുടെ സംസാരത്തിനിടയ്ക്ക് കയറി. അത് അത്രയേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞിട്ട് മതി അവൾക്ക് കെട്ടിയവനും കുട്ടികളും ഒക്കെ. അതിഥിയും വിട്ടുകൊടുത്തില്ല. ഉവേ, നിങ്ങൾ വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട്സ്. നടക്കട്ടെ. മെൽവിൻ വലിയ വാദത്തിന് നിൽക്കാതെ പിൻവാങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മോ നിൻ്റെ 23ാം പിറന്നാൾ? എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ നിനക്കൊരു സന്തോഷം ഉണ്ടായില്ല അല്ലേ? എൻ്റെ അമ്മോ, നിനക്ക് എന്താണ് ചുറ്റുമുള്ള ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയാത്തത്? അവിടെ ഉള്ളവർക്കൊക്കെ നിന്നെ എന്ത് കാര്യമാണെന്നറിയോ? നിനക്ക് 2 ചോയ്സാണുള്ളത്. ഒന്ന്, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലും ആളുകളിലും സന്തോഷം കണ്ടെത്താൻ പറ്റണം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നീ ആഗ്രഹിക്കുന്ന നിൻ്റെ സന്തോഷങ്ങൾ നീ കണ്ടെത്തണം. അതിനനുസരിച്ച് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവണം. എന്നും ഈ പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും മാറാൻ പോണില്ല. നീയും എന്നെ കുറ്റപ്പെടുത്താണോ? അങ്ങനെയാണോ ഈ പറഞ്ഞതിൽ നിന്ന് നിനക്ക് തോന്നിയത്? ചിലതൊക്കെ വിട്ടുകളയണമോ? മനുഷ്യർക്ക് മറവി കൊടുത്തിരിക്കുന്നത് അതിനാണ്. അതിന് കഴിയാതെ വന്നാൽ ജീവിതം തന്നെ വെറുതെ ആയി പോകും. ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഒരുപാട് ഉപദേശിച്ച് നിൻ്റെ ഡേ സ്പോയിൽ ചെയ്യുന്നില്ല. നീ ഹാപ്പി ആയിട്ടിരിക്കണം. ബർത്ത്ഡേക്ക് ആദ്യം വിഷ് ചെയ്തത് ഞാനല്ലെങ്കിലും അവസാനം വിഷ് ചെയ്യുന്നത് ഞാനാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മോ, ഐ ലവ് യു. ലൈയുടെ കോൾ കട്ട് ചെയ്ത് റൂമിലെത്തിയപ്പോഴേക്കും സമയം 12 കഴിഞ്ഞിരുന്നു. കണ്ടുകൊണ്ടിരുന്ന സീരീസ് സ്റ്റോപ്പ് ചെയ്യാൻ പോലും മറന്ന് ഉറങ്ങിപ്പോയ സാക്ഷിയെ ഉണർത്താതെ കയ്യിൽ നിന്നും ഫോൺ എടുത്തു മാറ്റി. ശേഷം പുതപ്പ് മേലെയിട്ട് അതിഥിയും ഉറങ്ങാൻ കിടന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. ലയയും സാക്ഷിയും പറഞ്ഞ പല കാര്യങ്ങളിലും സത്യമുണ്ടോ എന്നൊരു തോന്നൽ. താൻ തൻ്റെ ജീവിതം വെറുതെ ജീവിച്ച് തീർത്തു കളയുകയാണോ?
കഴിഞ്ഞുപോയ പലതിനെയും കടന്നു പോകാൻ അനുവദിക്കാതെ ഇപ്പോഴുള്ള അവസ്ഥകളോട് കൂട്ടിച്ചേർക്കുമ്പോൾ താൻ ശരിക്കും ഇല്ലാതാക്കുന്നത് ഇന്നിൻ്റെ സന്തോഷങ്ങൾ തന്നെയല്ലേ? മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ കൂടി പരിഗണിച്ചാണ് ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. അത് തനിക്ക് സന്തോഷം മാത്രം തരുന്നതാണോ എന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറാൻ ശ്രമിക്കുമ്പോൾ ജീവിക്കാൻ തന്നെ മറന്നുപോയതുപോലെ അവൾക്ക് തോന്നി. എന്തോ ഒരു ഉൾപ്രേരണയിൽ അതിഥി പെട്ടെന്ന് എഴുന്നേറ്റ് ഡയറി എടുത്തു. ഫോണിൻ്റെ നേരത്തെ വെളിച്ചത്തിൽ ശരണിൻ്റെ നമ്പറിനു വേണ്ടി തിരഞ്ഞു. നമ്പറിൻ്റെ ഒപ്പം കുറേ വരികളിൽ അവനെന്തോ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. അവൾ ആകാംക്ഷയോടെ ആ വരികളിലേക്ക് കണ്ണോടിച്ചു. പ്രിയപ്പെട്ട അതിഥി, പ്രിയപ്പെട്ട എന്ന് ചേർത്ത് വിളിക്കാനുള്ള എന്തെങ്കിലും നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്നെ വായിച്ച ഈ രാത്രി കൊണ്ട് തന്നെ നീ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആരോ ഒരാളായി മാറിയിരിക്കുന്നു. അല്പം കുറ്റബോധത്തോടെയാണ് നീ എഴുതിയ വരികൾ അല്ല നിന്റെ ജീവിതത്തെ ഞാൻ വായിച്ചത്. ആരോടും പങ്കുവയ്ക്കാത്ത ഇത്രയും സങ്കടങ്ങളും പേറി ഒരാളെങ്ങനെയാണടോ മുന്നോട്ട് ജീവിക്കുന്നത്? ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും താൻ എന്താണടോ ഇത്രമേൽ ഒറ്റപ്പെട്ടു പോയത്? ജീവിതത്തിൽ ഒരാൾക്കും എപ്പോഴും സന്തോഷമായിരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം. പക്ഷേ ജീവിക്കാൻ തനിക്ക് ഒരു സാങ്കല്പിക ലോകം ആവശ്യമായി വന്നു എന്നത് എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിന്നെ ഓർക്കുമ്പോൾ കണ്ണാടിക്ക് മുമ്പിൽ നിറഞ്ഞ കണ്ണുകളോടെ സ്വയം നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപമാണ് അതിഥി എനിക്ക് ഓർമ്മ വരുന്നത്. ഒരിക്കൽ പോലും സ്വയം ചേർത്ത് പിടിക്കാതെയോ മറ്റൊരാളെ അതിനനുവദിക്കാതെയോ ഒരിക്കലും വരില്ലെന്ന് ഉറപ്പുള്ള ഒരാളെയും കത്ത് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത്? നിന്റെ സങ്കടങ്ങൾക്കുള്ള ഒരു പരിഹാരവും എൻ്റെ പക്കലില്ല. പക്ഷേ ഇനി തമ്മിൽ കാണുമ്പോൾ എനിക്ക് നിന്നെയൊന്ന് ചേർത്ത് പിടിക്കണമെന്നുണ്ട്. നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ ആരുടെയും സ്നേഹത്തെ നീ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ നിന്റെ മനസ്സിലെ സ്നേഹം കൊണ്ടേറ്റ മുറിപ്പാടുകൾ മായുന്നതെങ്ങനെ? അതിഥി, എനിക്കൊരു വാഗ്ദാനവും നൽകാനില്ല. നിന്റെ മഹാദേവനാവാൻ എനിക്കൊരിക്കലും കഴിയുകയുമില്ല. പക്ഷേ നിന്റെ എല്ലാ സങ്കടങ്ങളെയും പങ്കുവയ്ക്കാതെ പോയതിനാൽ അർത്ഥമില്ലാതായ സന്തോഷങ്ങളെയും നിറഞ്ഞ മനസ്സോടെ കേൾക്കാൻ കഴിയുമെന്നുറപ്പാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ഫോൺ കോളിൻ്റെയോ ലെറ്ററിൻ്റെയോ അകലത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഒരുപാട് സ്നേഹത്തോടെ, ശരൺ വാസുദേവ്. ഫോൺ നമ്പർ. അവസാന വരി വായിച്ചു തീർന്നപ്പോൾ കണ്ണീരിൻ്റെ നനവ് പറ്റി അക്ഷരങ്ങളിൽ മഷിപ്പടർന്നിരുന്നു. അവൾ രണ്ടു കണ്ണും അമർത്തി തുറച്ച് ധൃതിയിൽ അവൻ്റെ നമ്പർ സേവ് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഹേയ് ശരൺ, അതിഥി ഹിയർ. പുലർച്ചെ 3 മണിക്ക് ഒരാൾ ഓൺലൈനിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരുന്നിട്ട് പോലും അവൾക്കപ്പോൾ തന്നെ അവനോട് സംസാരിക്കണമെന്ന് തോന്നി. കോൾ ഓപ്ഷനിൽ കൈ അമർത്താൻ തുടങ്ങിയപ്പോഴേക്കും മെസ്സേജിന് ബ്ലൂ ടിക്ക് വീണു. നീ കിടന്നില്ലേ? അതിഥി നേരത്തെ കിടക്കുന്ന ആളാണല്ലോ. നല്ല ഉറക്കം വന്നില്ല. എന്തേ, പിറന്നാളിൻ്റെ ക്ഷീണമാണോ? ഹേയ് അല്ല, നീ എന്നും ഇത്ര വൈകിയാണ് ഉറങ്ങുന്നേ? ഇടയ്ക്കൊക്കെ. അവൾ അതിന് മറുപടി അയക്കാൻ തുടങ്ങുന്നതിന് മുൻപേ വീണ്ടും അവൻ്റെ മെസ്സേജ് വന്നു. ഞാനിത് പറഞ്ഞാൽ നിനക്ക് കള്ളമായിട്ട് തോന്നും. ഞാൻ ഈ നിമിഷം വരെ നിൻ്റെ മെസ്സേജോ കോളോ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കോണ്ടാക്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരു സാധാരണ രാത്രിക്കപ്പുറം ഈ സമയത്തിന് ഒരു പ്രത്യേകതയും ഇല്ലാതെ കടന്നു പോയേനെ. ഇപ്പോൾ ഈ രാത്രിക്ക് എന്താ പ്രത്യേകത? പ്രത്യേകിച്ച് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് രാത്രി ഇത്രയും വൈകി മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ സ്പെഷ്യൽ അല്ലേ? ഒരു വയലറ്റ് ഓർക്കിഡിൻ്റെ ബന്ധം ഉണ്ടല്ലോ. ഹാ ഹാ ഹാ. എടോ, താൻ എന്നെ വിളിക്കാമോ? ഈ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ഫോർമാലിറ്റി നമുക്ക് ഒഴിവാക്കാം. അതിനെന്ത് മറുപടി പറയണമെന്നറിയാതെ ഫോൺ നോക്കി വീഴ്ച നിന്നപ്പോഴേക്കും അവൻ്റെ കോൾ എത്തി. എടുക്കണോ വേണ്ടയോ എന്ന 1000 വാദപ്രതിവാദങ്ങൾ ആ ഒരു സെക്കൻഡിൽ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവസാന റിങ്ങിൽ കണ്ണടച്ച് അവൾ കോൾ എടുത്തു. ഞാൻ കരുതി എടുക്കില്ല എന്ന്. അവളൊരു ഹലോ പറയുന്നതിന് മുമ്പേ അവൻ ഇങ്ങോട്ട് കയറി പറഞ്ഞു. ഫോൺ എടുക്കാതിരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. തനിക്ക് എന്നോടിപ്പോഴും ദേഷ്യമുണ്ടോ? ആ ചോദ്യത്തിൽ അവൻ്റെ ശബ്ദമിടറുന്നതായി അവൾക്ക് തോന്നി. ദേഷ്യമൊന്നുമില്ല, പക്ഷേ എന്നെക്കുറിച്ച് എനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ അനുവാദമില്ലാതെ അറിയാൻ ശ്രമിച്ച ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഡിസ്കംഫർട്ട് ഉള്ളിലുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ളിലൊളിപ്പിച്ച് എത്ര കാലമെന്ന് വെച്ചാൽ? മറ്റുള്ളവർക്ക് തീരെ ചെറുതെന്ന് തോന്നുന്ന എന്നാൽ സ്വന്തം ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവില്ലേ? തന്നോട് ബാധിക്കാൻ ഞാനില്ല. നാളെ എപ്പോൾ വരുമെന്ന് പറ. നാളെ ഞാൻ വരുന്നില്ലെങ്കിലോ? അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ പിടിച്ചു വിഴുങ്ങത്തൊന്നുമില്ല. ചുമ്മാ ഒന്ന് കറങ്ങി ഒരു ചായയെല്ലാം കുടിച്ചു വരാം. ഒരു ചായ കുടിക്കാൻ എന്തിനാ നാളെ വരെ കാത്തു നിൽക്കുന്നേ? ഇപ്പോൾ തന്നെ ആവാലോ. അതിഥി പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. ഇപ്പോഴോ? സമയം 4 മണി ആയതേ ഉള്ളൂ. അവനൊന്ന് ഞെട്ടി. എന്താ, 4 മണിക്ക് ബാംഗ്ലൂരിൽ ചായ കിട്ടില്ലേ? നീ സീരിയസ് ആയിട്ട് പറയുകയാണോ? ആ അതെ. എന്തേ, നിനക്ക് പേടിയുണ്ടോ? എനിക്കൊരു പേടിയുമില്ല. 4 മണിക്ക് നിനക്ക് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കും. നീ ലൊക്കേഷൻ അയക്ക്, ഞാനിപ്പോൾ തന്നെ വരാം. അതൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യാം. ഉറപ്പാണല്ലോ അല്ലേ? അവസാനം കാല് മാറരുത്. നിനക്ക് എന്നെക്കുറിച്ച് അറിയില്ല. അതിഥി വെല്ലുവിളി ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. ഫോൺ കട്ട് ചെയ്ത്
വാട്സപ്പിൽ ലൊക്കേഷനും അയച്ചു കൊടുത്തപ്പോഴാണ് യാഥാർത്ഥ്യങ്ങളുടെ ക്ലോക്ക് മനസ്സിൽ മണിയടിക്കാൻ തുടങ്ങിയത്. 4 മണിക്ക് എങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകും? ദേ ഞാനിപ്പോൾ ഇറങ്ങൂട്ടാ. ഫോണിൽ അവൻ്റെ മെസ്സേജ് വന്നു. അവൾ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് ഹുഡി എടുത്തിട്ട് റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു. മുടിവാരി മുകളിലേക്ക് കെട്ടിവെച്ചു. കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുഖം നോക്കിയപ്പോഴാണ് താനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന കാര്യത്തെക്കുറിച്ച് വീണ്ടും ഓർത്തത്. ഒരു ദിവസത്തെ പരിചയം മാത്രമുള്ള ഒരാൾക്കൊപ്പം ബാംഗ്ലൂർ പോലുള്ള ഒരു വലിയ നഗരത്തിൽ പുലർച്ചെ ഇറങ്ങിപ്പോകുക. മറ്റൊരാൾ കേട്ടാൽ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു സഹതാപം പോലും തന്നോട് ആർക്കും ഉണ്ടാകില്ല. അത് അവൾ സ്വയം വരുത്തി വെച്ചതാണെന്നേ പറയൂ. പക്ഷേ ഒന്നും സംഭവിച്ചില്ലെങ്കിലോ? താൻ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ റിസ്ക് ഇതാവും. നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കാൻ? ലൈറ്റ് മുഖത്തടിച്ചപ്പോൾ സാക്ഷി എണീറ്റുകൊണ്ട് പറഞ്ഞു. ഒച്ച ഉണ്ടാക്കല്ലേ. അതിഥി ചുണ്ടിൽ വിരൽ ചേർത്ത് സാക്ഷിക്ക് അടുത്ത് വന്നിരുന്നു. നീ ഇത് അങ്ങോട്ടാ മേക്കപ്പൊക്കെ ചെയ്ത്? സത്യം പറ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാക്ഷി കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. എനിക്കൊരു കുഴപ്പവുമില്ല. നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ശരണിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോവാണ്. നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഇവിടുന്ന് ചാടിച്ചു തരണം. അവനിപ്പോൾ വരും. അവൻ്റെ ഒപ്പമോ? അതും ഈ നേരത്തോ? സാക്ഷി കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു. അതിഥി ഒരു വിധത്തിൽ അവളെ പിടിച്ചിരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനിടയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയെന്ന ശരണിൻ്റെ മെസ്സേജ് കൂടെ വന്നു. അതിഥി, നീ നന്നായിട്ട് ആലോചിച്ച് തന്നെയാണോ? സാക്ഷി അല്പം സംശയത്തോടെ ചോദിച്ചു. നീ എന്നോട് ഒന്നും ചോദിക്കല്ലേ. എൻ്റെ മൈൻഡ് മാറും പ്ലീസ്. ലൈഫിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം സാക്ഷി ചില ഉടമ്പടികൾ അവൾക്ക് മുന്നിൽ വെച്ചു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിൻ്റെ ലൈവ് ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്യണം. കൃത്യം 6 മണിക്ക് മുൻപേ തിരിച്ചെത്തണം. ഞാൻ വിളിച്ചാൽ ആദ്യ റിങ്ങിൽ തന്നെ ഫോൺ എടുക്കണം. എല്ലാം സമ്മതിച്ചു. നീ എന്നെ ഒന്ന് പുറത്തെത്തിക്കേ. അവൻ്റെ ഗേറ്റിന് മുൻപിലെത്തി. അതിഥി തിരക്ക് കൂട്ടി. മുൻപിലല്ല, അവനോട് ഹോസ്റ്റലിൻ്റെ പുറകുവശത്തേക്ക് വരാൻ പറ. പുറകുവശത്ത് എന്താ? അവിടെ ഒരു മാവില്ലേ, അതിലൂടെ മതിലിന് മുകളിലേക്ക് കയറണം. എന്നിട്ട് നേരെ താഴോട്ട് ചാടണം. മതിൽ ചാടാനോ? എനിക്ക് പേടിയാ. അതിഥി അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു. എന്നാ വേണ്ട, ഞാൻ നേരെ സെക്യൂരിറ്റി റൂമിൽ കയറി കീ എടുത്ത് ഗേറ്റ് തുറന്നു തരാം. മാഡത്തിന് പുറത്തോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാവോ? ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. സാക്ഷി അതിഥിയെ ഒന്നിരുത്തി നോക്കി ശബ്ദമുണ്ടാക്കാതെ റൂമിൻ്റെ വാതിൽ അടച്ചു. തിടുക്കത്തിൽ പടികളിറങ്ങാൻ പോയ അതിഥിയുടെ ഹുഡി അവൾ പിറകിൽ നിന്നും പിടിച്ചു വലിച്ചു. ദയവ് ചെയ്ത് ശബ്ദമുണ്ടാക്കി ഹോസ്റ്റൽ മൊത്തം അറിയിക്കരുത്. നീ ആ ചെരുപ്പഴിച്ച് കയ്യിൽ പിടിച്ചേ, അല്ലെങ്കിൽ സൗണ്ട് വരും. രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ ഹോസ്റ്റലിൻ്റെ പിൻവശത്തെത്തി. അതിഥിയുടെ ഫോണിലേക്ക് ശരണിൻ്റെ കാൾ വീണ്ടും വന്നു. ഹലോ, എവിടെയാ? ഇത്രയ്ക്ക് തിരക്ക് കൂട്ടാൻ വലിയ കാര്യപ്പെട്ട പരിപാടിക്കൊന്നുമല്ലല്ലോ പോണത്. ആ കോളിന് മറുപടി പറഞ്ഞത് സാക്ഷിയാണ്. ശരൺ ബൈക്കിൽ നിന്നിറങ്ങി മതിലിനടുത്തേക്ക് നടന്നു. അതിഥി മാവിൻ്റെ ചില്ലയിൽ കയറി മതിലിന് മുകളിലെത്തി. അയ്യോ, ഇവിടുന്ന് എങ്ങനെ താഴോട്ട് ചാടും? അവൾ നിസ്സഹായതയോടെ സാക്ഷിയെ നോക്കി. ഇതുവരെയുള്ള കാര്യമേ എനിക്കറിയൂ. ബാക്കി നിങ്ങളുടെ കാര്യം. ഞാൻ അകത്തേക്ക് പോവാണ്. ഫോൺ വിളിച്ചാൽ എടുക്കണം. സാക്ഷി ശബ്ദമുണ്ടാക്കാതെ തിരിച്ചു നടന്നു. നീ ധൈര്യമായിട്ട് ചാടിക്കോ, ഞാൻ നോക്കിക്കോളാം. നീ പോടോ. വീഴുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ വലിയ ചിലവൊന്നും ഇല്ലല്ലോ. വീഴുമെന്ന് പേടിച്ചാൽ രാവിലെ വരെ ആ മതിലിൽ ഇരിക്കേണ്ടി വരും. അവൾ രണ്ടും കൽപ്പിച്ച് കണ്ണുകളടച്ച് താഴേക്ക് ചാടി. എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ബാലൻസ് നഷ്ടപ്പെട്ട അവളെ ശരൺ ഷോൾഡറിൽ കൈകൾ കൊണ്ട് താങ്ങി. ഈ മേഖല വലിയ വശമില്ലല്ലേ? ബൈക്ക് സ്റ്റാർട്ടാക്കുന്നതിനിടെ അവൻ കണ്ണാടിയിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പുലർച്ചെയുള്ള മരവിച്ച തണുപ്പിലും പരിഭ്രമം കൊണ്ട് അവളുടെ ഉള്ളം കൈ വിയർത്തുകൊണ്ടിരുന്നു. നീ ഹെൽമറ്റ് കൂടെ വെച്ചോ. വല്ല പോലീസുകാരുടെയും കണ്ണിൽപ്പെട്ടാൽ വീടിൻ്റെ ആധാരം വരെ കൊടുക്കേണ്ടി വരും. വണ്ടി വീണ്ടും ഓഫ് ചെയ്ത് അവൻ കയ്യിൽ കരുതിയ ഹെൽമറ്റ് അവൾക്ക് നേരെ നീട്ടി. നീ ഒന്ന് പതുക്കെ പോവോ, എനിക്ക് പേടിയാണ്. കൈ രണ്ടും ബൈക്കിൽ അമർത്തിപ്പിടിച്ചിരുന്ന അതിഥി ഒടുവിൽ നിവൃത്തികെട്ട് പറഞ്ഞു. അയ്യോ, നിനക്ക് സ്പീഡ് പേടിയാണോ? അത് ആദ്യമേ പറയണ്ടേ? അവൻ വണ്ടിയുടെ സ്പീഡ് കുറച്ചു. മാഡം, ദേ സ്ഥലമെത്തി, ഇറങ്ങിക്കോ. കണ്ണടച്ചിരുന്ന അവളെ തിരിഞ്ഞു നോക്കി അവൻ ചിരിച്ചു. ഇതേതാ സ്ഥലം? ഇതാണ് മടിവാള. നിങ്ങൾക്ക് നാട്ടിലേക്കൊക്കെ ബസ് കയറാൻ ഇവിടെയാണ് വരേണ്ടത്. നീ ബസ്സിലല്ലേ പോകാറ്? എനിക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, വൊമിറ്റ് ചെയ്യും. ശരിക്കും? വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? വേറെ എന്ത് കാരണം? ചുമ്മാ ചോദിച്ചതാ. ടീ ഓർ കോഫി? ചായ മതി. അവൻ അവിടെ ആകെ തുറന്നു വെച്ചിരുന്ന പെട്ടിക്കടയിലേക്ക് നടന്നു. അതിഥി റോഡിൽ നിന്ന് മാറി ഫുട്പാത്തിലേക്ക് കയറി നിന്നു. ബാംഗ്ലൂരിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്, അതും ഈ നേരത്ത്. റോഡിൽ പൊതുവെ ആളുകൾ കുറവാണ്. അല്ലെങ്കിലും ബാംഗ്ലൂർ ഉണരുന്നത് വളരെ വൈകിയാണ്. ഒരു കടയ്ക്ക് മുന്നിലായി പത്രക്കെട്ടുകൾ അടുക്കി വയ്ക്കുന്ന 3-4 പേരും സിഗരറ്റ് വലിക്കാനും ചായ കുടിക്കാനും ചുറ്റും കൂടി നിൽക്കുന്ന കുറച്ച് പേരും ഒഴിച്ചാൽ റോഡ് വിജനമാണ്. റോഡിന് എതിർവശത്തായി വന്നു നിന്ന വണ്ടിയിൽ നിന്നും പൂക്കൾ ഇറക്കി വെക്കുന്നത് നോക്കി നിന്ന അതിഥിക്ക് മുന്നിലേക്ക് ശരൺ ചായക്കപ്പ് നീട്ടി. ഇതാണോ ബാംഗ്ലൂരിലെ ഫ്ലവർ മാർക്കറ്റ്? ഇതോ? ഒരു വണ്ടിപ്പൂ നിരത്തി വയ്ക്കുന്നതിനെ ആണോടാ ഫ്ലവർ മാർക്കറ്റ് എന്ന് പറയുന്നത്? അവൻ കളിയാക്കി ചിരിച്ചു. എൻ്റെ നാട്ടിലൊന്നും ഞാൻ ഓണത്തിനല്ലാതെ ഇത്രയും പൂ ഒരുമിച്ച് കണ്ടിട്ടില്ല. ആ ബെസ്റ്റ്. നിനക്ക് പോണോ ഫ്ലവർ മാർക്കറ്റിൽ? നീ പോയിട്ടുണ്ടോ? ഇല്ല, ഒരുമിച്ച് പോകാം. അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല.
പുക പ്രശ്നമുണ്ടോ? കയ്യിലിരുന്ന സിഗരറ്റ് കത്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവൻ അവളെ നോക്കി ചോദിച്ചു. ഇല്ല, നമുക്കിവിടെ ഇരിക്കാം. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ ഫുട്പാത്തിലിരുന്നു. കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് വേഗത്തിൽ വലിച്ച് മുഴുവനാക്കാതെ അത് നിലത്തിട്ട് ബാക്കിയായ കനൽ കാലുകൊണ്ട് ചവിട്ടിക്കെടുത്തി അവൻ അവൾക്കരികിലിരുന്നു. നിന്റെ ലൈഫിൽ നീ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ എന്തെങ്കിലും ഉണ്ടോ? കുറച്ചു നേരത്തെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. നടന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് മാറ്റി ചോദിക്കുന്നതാവും നല്ലത്. അതെന്താ ഒന്നും നടക്കാതെ പോയത്? സിമ്പിളായി പറഞ്ഞാൽ ചിലപ്പോൾ പെൺകുട്ടിയായതുകൊണ്ടാവും. മറ്റൊരാളുടെ അനുവാദമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ, അമ്മയുടെ, കാമുകനുണ്ടെങ്കിൽ അവൻ്റെ, കുറച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ, അവരുടെ വീട്ടുകാരുടെ, അങ്ങനെ നീളും പട്ടിക. ഈ കാലത്തും അങ്ങനെയുള്ള ഫാമിലി ഉണ്ടെന്നാണോ? അതെന്താ, പെൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണോ നിൻ്റേത്? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് നാട്ടിലെ സിസ്റ്റം ഒന്നും അറിയില്ല. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം അബുദാബിയിലാണ്. വല്ലപ്പോഴും ഒരു മാസത്തെ വെക്കേഷന് വരുന്ന ബന്ധം മാത്രമേ എനിക്ക് നാടുമായിട്ടുള്ളൂ. വീട്ടിൽ അമ്മ മലയാളം സംസാരിക്കുന്നത് കൊണ്ട് ഭാഷ അറിയാം, അത്ര തന്നെ. അവിടെ നീ ഈ പറഞ്ഞ അനുവാദം ചോദിക്കലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ മനുഷ്യരും ഫ്രീ അല്ലേടോ. പിന്നെ എന്തിനാ ഇതൊക്കെ? ഫ്രീഡമൊക്കെ ഭരണഘടനയിൽ എഴുതി അലമാരയിൽ ചിന്നിലിട്ട് വയ്ക്കാം. പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല. നീ ഈ പറയുന്ന ലോകം എനിക്ക് പുതിയതാണ് അതിഥി. ദേ, സാക്ഷി വിളിക്കുന്നു, ഫോൺ എടുക്ക്. റിങ് ചെയ്തുകൊണ്ടിരുന്ന അവളുടെ പോക്കറ്റിലെ ഫോൺ ചൂണ്ടി അവൻ പറഞ്ഞു. അവൾ ഫോൺ എടുത്ത് അല്പം മാറി നിന്നു. സാക്ഷി, ഞാൻ ഓക്കെയാണ്. 1 മണിക്കൂറിലെത്തും, പ്രശ്നമൊന്നുമില്ല. അവൻ ചായയുടെ കാശ് കൊടുത്തു. അവൾക്കരികിലേക്ക് നടന്നു. സാക്ഷിയാണ്. നീ എന്നെ വല്ലതും ചെയ്യോ എന്നറിയാൻ വിളിച്ചതാ. രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചു. അവർ ഫുട്പാത്തിലൂടെ പതിയെ നടന്നു. പത്രം മടക്കിക്കൊണ്ടിരുന്നവർ അവളെ രൂക്ഷമായി തുറച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അവൻ ഇംഗ്ലീഷിലെന്തോ തെറി പറഞ്ഞ് അവളെ മാറ്റി അപ്പുറത്തെ സൈഡിലേക്ക് നിർത്തി. ഇവനൊന്നും പെൺകുട്ടികളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ശരണ്യെ പെട്ടെന്ന് ദേഷ്യം വന്നു. അതിഥി നടക്കുന്നതിനിടെ താഴോട്ട് നോക്കി ചിരിച്ചു. എന്താടോ, ഇപ്പോൾ അവരെന്നെക്കുറിച്ച് എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുകയെന്ന് അറിയോ? അവരുടെ കാര്യം പോട്ടെ. എന്നെ അറിയാത്ത ഒരാളിപ്പോൾ ഈ ചായക്കഥ കേട്ടാൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എന്ത് പറയാൻ? നമ്മളൊരു ചായ കുടിച്ചു എന്ന് പറയും. അത് നീ പറയും. വേറെ ഒരാൾ കേട്ടാൽ പെണ്ണ് നട്ടപ്പുലർച്ചെ പരിചയമില്ലാത്ത ഒരാണിൻ്റെ കൂടെ മതിൽ ചാടി പോയേക്കാണ് ചായ കുടിക്കാൻ. അഹങ്കാരം അല്ലാതെ ഇതിന് വേറെ ഒന്നും പറയാനില്ല. അതിഥി ശബ്ദം അല്പം കടുപ്പിച്ച് മറ്റൊരാളുടെ സംസാരം എന്ന പോലെ പറഞ്ഞു. നിന്റെ ഇഷ്ടം നീ വന്നു, അതിന് മറ്റുള്ളവർക്കെന്താ? മറ്റുള്ളവർക്കുണ്ടാവും ചൊറിച്ചിൽ. അതും എൻ്റെ കാര്യത്തിൽ മാത്രം. പറയുമ്പോൾ നീയും ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ആൺകുട്ടികളായാൽ അതൊക്കെ കാണിക്കുമെന്ന ഒറ്റ വാക്കിൽ നിങ്ങൾ സേഫ് അല്ലേടോ. കുറ്റം മുഴുവൻ എൻ്റേത്. അയ്യേ, നീ എന്താടോ ഇങ്ങനെ പറയുന്നത്? ശരണിന് അത് ഫീലായെന്ന് അവൻ്റെ മുഖത്തു നിന്നും വ്യക്തമാണ്. ഞാൻ പറഞ്ഞതല്ലേടോ, ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കാറ്. നീ അത് വിട്, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. നീ വീട്ടുകാരെക്കുറിച്ച് പറ. ആരൊക്കെയാണ് ഉള്ളത് നിനക്ക്? ഒരു കുഞ്ഞു കുടുംബം. അച്ഛനും അമ്മയും ചേട്ടനും ഞാനും. അച്ഛന് അവിടെ ബിസിനസ്സാണ്. ചേട്ടൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ജോലി രാജിവെച്ച് അച്ഛൻ്റെ കൂടെ കൂടി. എനിക്ക് അതിൽ പണ്ടേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ചാടി. അല്ലെങ്കിൽ അവിടെ കണക്ക് നോക്കി ഇരിക്കേണ്ടി വന്നേനെ. എന്നിട്ട് ഇവിടെ ഇഷ്ടമായോ? ബാംഗ്ലൂർ പൊളിയല്ലേ? അടിപൊളി ഫ്രണ്ട്സ്, നൈറ്റ് ലൈഫ്, പാർട്ടി. മൊത്തത്തിൽ ഞാനിവിടെ അങ്ങ് സെറ്റിൽഡ് ആയാലോ എന്നാണ് വിചാരിക്കുന്നത്. ആഹാ, അപ്പോൾ അങ്ങനെ തന്നെയാവട്ടെ. താൻ പോകൂലേ? എൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. നമ്മൾ രണ്ടുപേരും 2 ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഈ ബഹളങ്ങളൊക്കെ വിട്ട് ഒരല്പം സമാധാനമുള്ള സ്ഥലം മതി. ഇവിടെ അങ്ങനെ സമാധാനം കിട്ടിയാൽ ഇവിടെ നിൽക്കോ? അവൻ അവൾക്ക് എതിരെ വന്നു നിന്ന് പിന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു. സമാധാനമുള്ള സ്ഥലം താങ്കളുടെ കസ്റ്റഡിയിലുണ്ടോ? അവൾ അവനെ അഭിമുഖമായി കൈ രണ്ടും കെട്ടി നിന്നു. ഇപ്പോൾ ഇല്ല, പക്ഷെ കണ്ടുപിടിക്കാം. എന്നാൽ അപ്പോൾ ആലോചിക്കാം. അവൾ അവൻ്റെ ഷോൾഡറിൽ ചെറുതായി തട്ടിമാറ്റി ബൈക്കിനടുത്തേക്ക് നടന്നു. വാ പോകാം. ഇനിയും വൈകിയാൽ സാക്ഷിയുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കും. തിരിച്ച് വളരെ പതുക്കെയാണ് ശരൺ വണ്ടി ഓടിച്ചത്. ഇനി ഓഫീസിൽ വരുമ്പോഴേ കാണാൻ പറ്റൂ. ഹോസ്റ്റലിന് മുൻപിൽ വണ്ടി നിർത്തി അവൾ തിരിച്ചു നടക്കാൻ ഒരുങ്ങിയപ്പോൾ അവൻ ചോദിച്ചു. പിന്നല്ലാതെ ദിവസവും എനിക്കിതുപോലെ ചായ കുടിക്കാൻ വരാൻ പറ്റുമോ? നിനക്ക് വരണം എന്നുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയിലും എവിടെ വേണമെങ്കിലും നിനക്ക് വരാം. നിനക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയല്ലാതെ അവൾ അതിന് ഉത്തരം പറഞ്ഞില്ല. അവൻ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്ന് അനുവാദം ചോദിക്കാതെ അവളുടെ കൈ പിടിച്ചു. അതിഥി, നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ പേടികൊണ്ടാണോ എന്നറിയില്ല, നിൻ്റെ കൈ വിയർക്കുന്നുണ്ടായിരുന്നു. ദേ, ഇപ്പോൾ നിൻ്റെ ഉള്ളം കൈക്ക് നല്ല തണുപ്പാണ്. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇത് മതി. നീ പറഞ്ഞത് ശരിയാണ്. നമ്മൾ രണ്ടുപേരും 2 ദിശയിലായിരിക്കാം. പക്ഷേ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണോ എന്നതിൽ കവിഞ്ഞൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഇനി ആരെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ചായക്കഥ അങ്ങ് പറഞ്ഞേക്കണം. നിനക്ക് തോന്നുമ്പോൾ വിളിക്ക്, ഞാൻ വരാം. നമുക്ക് കാണാം, സംസാരിക്കാം. ശരൺ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. പോയി കിടന്ന് നന്നായി ഉറങ്ങൂ. രാവിലെ എണീക്കുമ്പോൾ ഇതൊക്കെ സ്വപ്നമായിരുന്നു എന്ന് മാത്രം പറയരുത്. അവൻ ചിരിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കഥ തുടരും.